സോ മുദ്ര ലോൺ ആക്ച്വലി ഡിസ്ബേഴ്സ്മെന്റ് ഒന്ന് ബാങ്കുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തീരാനുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ഇന്ദിര പ്രിയദർശിനി ലോൺ എന്ന് പറഞ്ഞ് കൊടുക്കണം എന്നില്ല. മലയാളി എന്ന് പറയുന്ന ഒരു വികാരം, ഒരു മലയാളി ഇടാ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഫർദർ സിങ്ക് ചെയ്യാതെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന് എഗൻസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അത് ട്വീറ്റ് ചെയ്തത് ഇവര് എൻ്റെ കാല് പിടിച്ച് ഫോട്ടോ എടുക്കാൻ കാല് പിടിച്ചു എന്നുള്ളതാണ്. അപ്പം അവര് തിരിച്ചു പറഞ്ഞു, ഞാനോ ഇറ്റലിയോ ആരോടും ബെഗ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വിദേശകാര്യ മന്ത്രിയുടെ യാത്ര പോലും കട്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US പ്രസിഡന്റിന് ഈ അതിശക്തനാണെന്ന് ആലോചിക്കണം, അയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ യാതൊരു വി ആർ സ്ട്രോങ്ലി വിത്ത് ദ പ്രൈം മിനിസ്റ്റർ. നമുക്ക് കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. അല്ലാതെ ഇതൊരു VD സതീശനാണോ പിണറായി വിജയനാണോ നമ്മൾ അടികൂടി ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. ആ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ എക്കണോമിക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. നമസ്കാരം. 2026-27 വർഷത്തെ കേരള ബഡ്ജറ്റ് ഇന്നലെ ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് നമ്മോടൊപ്പം ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനുണ്ട്. സാറിനോട് സംസാരിക്കാം. നേരിട്ട് അദ്ദേഹത്തിലേക്ക് ചോദ്യങ്ങളുമായി പോകാം. നമസ്കാരം സർ. നമസ്കാരം സാർ. ഈ ആദ്യമായിട്ട് ബഡ്ജറ്റിനെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു ലേമാൻസ് ക്വസ്റ്റ്യനാണ്. ഇത് എന്തുകൊണ്ട് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നു എന്ന് ഇത് അല്പമെങ്കിലും പത്രങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. സാറിന് ഇത് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതുക്കിയ ബഡ്ജറ്റ് അല്ലേ എന്നൊരു ചോദ്യം സാധാരണക്കാരിൽ ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ആദ്യമായിട്ട് ഞാൻ ഒരു ധനകാര്യ അല്ലെങ്കിൽ ധനതത്വശാസ്ത്ര വിദഗ്ധൻ എന്ന് പറയുന്നതിനോടൊരു വിയോജിപ്പുണ്ട്. കാരണം ഞാനൊരു അറ്റ് ബെസ്റ്റ് ഒരു എക്കണോമിക് ഒബ്സർവർ എന്നുള്ള നിലയ്ക്കൊക്കെ പറയാനൊക്കെയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ അതെങ്ങനെയുള്ളൂ. സാറിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കും വായനക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തീർച്ചയായും സാധ്യതയുണ്ട് സാർ. അത് അവരങ്ങനെ തന്നെയായിരിക്കും സാറിനെ കുറിച്ച് പറയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതുക്കിയ ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പഴയ ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഒരു ജനറലി ഒരു ഔട്ട് ഗോയിങ് ഗവൺമെൻറ് പോകുമ്പോൾ അവരൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പം ഒരുപക്ഷെ പിണറായി വിജയൻ തിരിച്ചു വരും എന്നുള്ളൊരു രീതി ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ പന്തൽ ഇടാനുള്ള ഓർഡർ കൊടുത്തു എന്നവരെയൊക്കെ കേൾക്കുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എന്നാലും ആ ഒരു കോൺഫിഡൻസ് കാണിക്കാൻ വേണ്ടിയോ ആവാം. ഈ വോട്ട് ഓൺ അക്കൗണ്ട് അല്ല ഈ പ്രാവശ്യം ചെയ്തത്. അവർ ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് 5 വർഷം ഐസക്കും അത് കഴിഞ്ഞ് ബാലഗോപാലും ഒക്കെ ഇങ്ങനെ ഒരു റുട്ടീനായിട്ട് നടത്തുന്നു. ഇതൊരു എന്താ പറയുന്നത്, ഒരു പ്രഖ്യാപനങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ട് നമ്മളിത് കൊണ്ടാടുന്നു. അതിനെപ്പറ്റി പിന്നെ ചോദിക്കുന്നില്ല. ഞാൻ 2-3 പറഞ്ഞ പോലെ വയനാട് ബ്രാൻഡ് ചെയ്ത കോഫി നമ്മൾ കുടിച്ച് ശീലമായി. ഇപ്പോൾ ഇനി അതില്ലാതെ നടക്കില്ല എന്നുള്ള ലെവലായി. അപ്പോൾ ഇതൊക്കെ ഈ പ്രഖ്യാപനങ്ങളുടെ ഇത് മാത്രമായി ബഡ്ജറ്റ്. ഇത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് അതിൻ്റെ ഈ പറയുന്ന വലിയ ബഡ്ജറ്റാണെന്നുള്ള ആഘോഷങ്ങൾ മാധ്യമങ്ങളിൽ നടന്നു കഴിഞ്ഞ് കിഫ്ബി ഒരു അത്ഭുത വിസ്മയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇത് ടൗൺ ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്നുള്ള ആ നറേറ്റീവിലോട്ട് എത്തും. ഇതായിരുന്നു കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടായിട്ട് നടന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അങ്ങനെ ഒരു പുതുക്കിയ ബഡ്ജറ്റിന് അങ്ങനെ ഒരു ഉദ്യമം വേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എനിവേ ഇതുണ്ട്. അപ്പോൾ അതിന് നിയമപരമായിട്ട് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ കൂടെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പലരും ബഡ്ജറ്റ് ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. അതിന് അലോക്കേഷൻസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ ഫണ്ട്, നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും റിലവൻ്റ് അല്ല. അപ്പോൾ
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ഈ പുതിയൊരു ബഡ്ജറ്റ് നടത്തി ഒരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷം നടത്തുക, അതും എസ്പെഷ്യലി വലിയ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ്. അതെ, എന്നാണ് അധികാരത്തിൽ കയറുന്നത്. അപ്പോൾ ഒരു ഹറീഡ്ലി കുക്ഡപ്പ് ഒരു സാധനം നമ്മുടെ ആളുകൾ കൊണ്ടുവന്ന് ഇന്ന് പത്രമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ലേ എന്ന് സംശയിക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്നു ഒരു സീരിയസ് ഒബ്സർവേഴ്സിന്. സീരിയസ് ആയിട്ട് നമ്മളിതിനെ ബഡ്ജറ്റിനെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ പറ്റി ഒരു ആശങ്കയുള്ളവരും അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നവർക്കും ഒക്കെ ഒരു ബയസില്ലാതെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു UDF സപ്പോർട്ടർ അല്ലെങ്കിൽ സതീശൻ പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന അതിൽ അഭിരമിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ വലിയ എന്തെല്ലാം പ്രോജക്ട്സാണ്. അതെ, ആ പ്രോജക്ട്സിനെ പറ്റിയൊക്കെ ഇന്ന് വലിയ ഇതാണ്. ഒരു സിൽവർ എക്കോണമി, ഓറഞ്ച് എക്കോണമി, ഈ പറയുന്ന ബ്ലൂ എക്കോണമി, പല നിറങ്ങളിലുള്ള റെയിൻബോ കളർ എക്കോണമി ആയി നമ്മളിനി ഗംഗു ആണ്. വയോധികർക്ക് വരെ സിൽവർ അടിച്ചു കൊടുത്തു എന്നുള്ളതാണ് അഭിപ്രായം. അത് ഒരു പ്രായോഗികമാണോ ഇൻ സോ മെനി സ്മോൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അത് ഇങ്ങനെ ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ? ഈവൻ പ്രഖ്യാപനങ്ങളാണെങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഇസ് ദാറ്റ് അദ്ദേഹം ഇത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഒരു കുറ്റപ്പെടുത്തലുകളും വാട്ടബോട്ടറിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു അടുത്ത ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ഡിസ്കഷൻസും ഒക്കെ വച്ച് ഒരു പ്രായോഗികമായ ഒരു ബഡ്ജറ്റ് അദ്ദേഹത്തിന് 27-28 കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ്. അപ്പോൾ ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് ബാലഗോപാൽ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് അത് അല്ല, അതിൽ നിന്ന് കുറച്ചൊരു ഭേദഗതികളോടെ കൊണ്ടുവന്ന ഒരു പുതിയ സാധനം. പക്ഷെ താങ്കൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റായിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ കുറ്റങ്ങൾ വരും, എന്തായാലും ഇതിനെക്കുറിച്ച് വിമർശനങ്ങളുണ്ടാകും. അത് ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് താങ്കൾ പറഞ്ഞു കൊടുത്തത്. പക്ഷേ അത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അടിസ്ഥാനപരമായി നിലനിൽപ്പിൽ പിണറായി വിജയൻ മന്ത്രിസഭ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആണെങ്കിലും ഇനി ഉത്തരവാദിത്വം VD സതീശൻ തലയിൽ തന്നെയായി. അത് വളരെ ആരും ഈ പോയിന്റ് എടുത്തു പറഞ്ഞ് കേട്ടിട്ടില്ല സാർ. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞ പോലെ പൂക്കിയിൽ അഭിരമിച്ചിരിക്കുകയാണ് എല്ലാവരും. ആ അഭിരമത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കേട്ടൊരു താരതമ്യമുണ്ട്. മുൻപുള്ള ഉദാരവൽക്കരണത്തിൻ്റെ സമയത്ത് ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മൻമോഹൻ സിംഗ്, നരസിംഹറാവു അല്ല, താങ്കൾ തന്നെ ഇടയ്ക്ക് പറയാറുള്ളതുപോലെ മൻമോഹൻ സിംഗിൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ച ഉദാരവൽക്കരണത്തോടാണ് ഈ ബഡ്ജറ്റിനെ പലരും പൂക്കിയിൽ അഭിരമിച്ച് താരതമ്യം ചെയ്യുന്നത് കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉദാരവൽക്കരണത്തിനെ കുറിച്ചും അതിനുള്ള താരതമ്യവും ഈ ബഡ്ജറ്റിൻ്റെ അതൊരു ഒരു നല്ല നോളജി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 90s നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഒരു ഓപ്പണിംഗ് അപ്പ് ഓഫ് എക്കോണമി എന്നും ഭാരതത്തിൻ്റെ ഒരു വലിയ വളർച്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ഒരു പക്ഷേ നമ്മുടെ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആക്കിയതും ഈ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിലോട്ട് കൊടുത്താണ്. വലിയൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു, വലിയ വലിയ പൊസിഷൻസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ പ്രൗഡായിരുന്നു മൻമോഹൻ സിംഗിനെ ഇപ്പോൾ ഒരാള് അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു ചായക്കടക്കാരനും ഇരിക്കുന്നത് പോലെ അല്ലല്ലോ. അപ്പം നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുന്ന അങ്ങനെയാണ്. കിലോമീറ്റർ കണക്കിനുള്ള ബയോഡേറ്റയും ഡിഗ്രീസും സർട്ടിഫിക്കേഷൻസ് ഹെൽഡും എല്ലാം നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ ഒരു റെസ്പെക്റ്റഡ്, നോളജബിൾ, ഇൻ്റലിജൻറ്റ് ആ ഒരു തലത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മളുടെ വളരെ കുറച്ച് മാത്രം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരുന്നൊരു സമയമാണ്. എക്കോണമി വാസ് ഡൂയിങ് എക്സ്ട്രീംലി ബാഡ്. നമുക്ക് ഏതിനും നമുക്ക് വിദേശത്തു നിന്ന് കടമെടുക്കുക, അങ്ങനെയുള്ള കാര്യം, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. എനിവേ നമ്മളതൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അന്ന് വേൾഡ് ബാങ്ക് ഇതൊക്കെയുള്ള ഇതുപോലുള്ള ടെമ്പററി ഓവർ ഡ്രാഫ്റ്റൊക്കെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അവരോട് സമീപിക്കുമ്പോൾ അവരോട് ഓക്കെ നിങ്ങൾക്ക് തരാം, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഡോസിയറും കൂടി തരും.
അന്ന് വേൾഡ് ബാങ്ക് കണ്ടീഷണാലിറ്റീസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് ഈ കണ്ടീഷൻസ് കണ്ടീഷണാലിറ്റീസ് എന്നൊക്കെ, അപ്പോൾ അന്നൊക്കെയാണ് ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷണാലിറ്റീസ് പറയുന്നതിൻ്റെ ഭാഗമായി അവർ കൊടുത്ത തിട്ടൂരമാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന വലിയ തോതിലുണ്ടായിട്ടുള്ള എക്കണോമിക് റിഫോംസ്. LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, വേറെ അങ്ങനെ LPG എന്നാണ് അതിന് പറഞ്ഞുകൊണ്ടത്. അപ്പോൾ ഈ പറയുന്ന LPGയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ റീസൺ ഇത് വേൾഡ് ബാങ്കിൻ്റെ തിട്ടൂരമായിരുന്നു. അപ്പം നൗ ഇവിടെ നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ ഇതേ ഒരു സിറ്റുവേഷനിലാണ്. നമ്മൾ 5 ലക്ഷത്തി 6 ലക്ഷം കോടിയോളം കടങ്ങളും പേയ്മെൻറ്റും കൊടുക്കാനുണ്ട്. റിസോഴ്സസ് ഇല്ല. GST വരുമാനം വർദ്ധിക്കണമെങ്കിൽ കൺസംഷൻ കൂടണം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ നികുതി വരുമാനം കുറയും. മാനുഫാക്ചറിങ് ഇല്ല. സർവീസ് സെക്ടറിൽ ഇതുണ്ട്. റെമിറ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ വാറും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന റെമിറ്റൻസ്, നമ്മൾ റെമിറ്റൻസ് എക്കോണമി ആയിരുന്നു, ഈ മണി ഓർഡർ എക്കോണമിയൊക്കെ ആയിരുന്നു പറയുന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് ഒരു വലിയ ചലഞ്ചിങ് ടൈംസിലാണ് ആക്ച്വലി കടന്നു പോകുന്നത്. അപ്പോൾ ഒരു റോങ് ടൈമിലാണ് ഒരു സതീശന് ഈ എക്കോണമിയെ കയ്യിൽ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. ഈ പറയുന്ന പോലെ ഇത് UDF ഉമ്മൻചാണ്ടി ഭരിച്ച് ബാഡാക്കിയ ഒരു എക്കോണമിയെ വേഴ്സാക്കിയിട്ട് പോയി 10 വർഷം കൊണ്ട്. അപ്പോൾ ഇത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് അവർ ചോദിക്കണം, അന്ന് 1.5 ലക്ഷം 2 ലക്ഷം കോടി രൂപ നിങ്ങൾ കടമുണ്ടാക്കിയിരുന്നു. അത് ഈ 10 വർഷം കൊണ്ട് അഡീഷണൽ ഒരു 3 ലക്ഷം കോടിയും കൂടി അല്ലേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നല്ലത്. ഒരു സീരിയസ് ആയിട്ട് ഒരു റീഫോംസ് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഒരു ഈ വെൽഫെയർ ആണെങ്കിലും ഇതിലൊക്കെ ഒരു മോഡറേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ കാണുന്നത് DAയുടെ കാര്യം പറഞ്ഞില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് കിട്ടിയില്ല. ഇന്ന് നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള പണമില്ല എന്ന് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. അതെ. 2, വെൽഫെയറിന് വേണ്ടി ഓൾറെഡി നമ്മൾ ഒരുപാട് ഒരു കമ്പനി വരെ ഉണ്ടാക്കി കടമെടുത്ത് വെൽഫെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് അല്ലേ. അപ്പോൾ ഈ വെൽഫെയറും ഇതുമൊക്കെ പകരം ഡെവലപ്മെൻ്റ് ആണ് എന്നൊരു മോഡൽ കാണിച്ചു തന്നതാണ് യൂണിയൻ ഗവൺമെൻറ്. 2012 വർഷത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യം ആദ്യം ചെയ്ത സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നൊരു സാധനമാണ്. അത് നീ വൃത്തിയും വെടിപ്പുമായിട്ട് രാജ്യമുണ്ടെങ്കിലേ ഒരു അടുത്ത ലെവലിലേക്ക് ഡെവലപ്മെൻറ്റ് വരുവുള്ളൂ. ആ ഒരു നമ്മൾ ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഒരു വൃത്തിയായിട്ട് കിടക്കുന്ന എൻവറോൺമെൻറ്റിൽ ആളുകൾ വരുവോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ മുതൽ തുടങ്ങി. ഇന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പോലും ഒന്നും പറയുന്നില്ല. ഇന്ന് കേരള ക്ലീൻ ആൻഡ് ഗ്രീൻ ആണ്, നമ്മൾ വൃത്തിയുടെ ആളുകളാണ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിലൊന്ന് സാർ ഇപ്പോൾ വന്നത് നന്നായി. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വൃത്തി സംബന്ധമായിട്ടുള്ള വളരെ അത്യാവശ്യ ഒരു ഗുരുതര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പകർച്ചവ്യാധികളെല്ലാം പടർന്നു പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മഴക്കാല ശുചിത്വം അതും സംബന്ധിച്ചും ഉള്ള ഒരു, അപ്പോൾ ഈ പറയുന്ന നമ്മൾ ബേസിക്സ് ഇത് തുടങ്ങണം. അതാണ് എൻ്റെ ഒരു ഇതാണ്. അതാണ് ഒരു യൂണിയൻ ഗവൺമെൻറ് ഈ 12 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വളരെ വിദഗ്ധനായ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ജി, അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ എഗെയിൻ നമ്മൾ എക്രോസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിനും ഒക്കെ മേലിലായി എങ്ങനെ ഒരാൾ വന്നല്ലോ, സോണിയാഗാന്ധി അല്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഇദ്ദേഹം വന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രജൈൽ 5 എന്ന ടാഗാണ് ഭാരതത്തിനുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കണം. 5 ഫ്രജൈൽ എക്കോണമിയിൽ അത് ഇപ്പം ഇന്തോനേഷ്യ, ടർക്കി, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെ 4 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള 5 എക്കോണമിയിലെ ഫ്രജൈൽ 5 എന്ന് ടാഗ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു എക്കോണമിയാണ് ഈ പറയുന്ന NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയും പ്രിയദർശിനി യാത്രയൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒരു എന്താണ് ആകത്തുകയെന്നും അതിലെവിടെ നിന്ന് അവസാനിച്ചു ഞാൻ പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി എന്ന് പറയുന്ന
7.7% ഗ്രോത്ത് ഉള്ള ഒരു എക്കോണമി ആയിട്ട് മാറുന്നത്. ആ ഒരു വളർച്ച, ആ ഒരു മാറ്റം നമ്മൾ എപ്പോഴും ഒരു എക്സാമ്പിളായിട്ട് കാണേണ്ടതാണ്. അതെ. ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ കാണുന്ന ഒരേ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൽ ഒരു ലുക്ക് നോർത്ത് എന്നുള്ളത്, അതായത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നോക്കിയിട്ടുണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണ്. ഓക്കെ, ഇതാണ് അതിനകത്തുണ്ട ഒരു പോസിറ്റീവ്. നേരത്തെ പറഞ്ഞല്ലോ, 1-2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കാനൊക്കുന്ന ഒരു റിവിഷൻ അല്ല. കുറെ കൂടെ ഇത് ചെയ്യണമായിരുന്നു, കുറെ കൂടെ സമയമെടുത്ത് ഒരു ബെറ്റർ നെക്സ്റ്റ് ടൈം ഒരു ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് വാസ് ഡൺ വെൽ. പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഇല്ല. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പോസിറ്റീവ് സൈഡ് സാറ് പറഞ്ഞപ്പോൾ ഈ പദ്ധതികൾ ശരിയാണ്, സമുദ്ര പോലുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പോലുള്ള ഫ്രീ ബീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പദ്ധതികൾക്ക് ഒരു അല്പസ്വല്പം വക നീക്കിയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം വാട്ട് ഈസ് ദ റിസോഴ്സ്, എവിടെ നിന്നാണ് ഈ അത് ഞാൻ പണം കണ്ടുപിടിക്കുക? എൻ്റെ ഒരു അനാലിസിസ് തന്നെ ഒന്ന് ഒരു ഇടയ്ക്ക് റെഫർ ചെയ്യാനായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പറയാം പ്ലീസ്. അതിനകത്ത് ഒരു ആദ്യത്തെ ഓരോ പ്രപ്പോസൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സമുദ്ര എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. അതായത് തുറമുഖ നഗരമാകാൻ റെഡിയായിട്ട്, അതായത് ഒരു ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ ഒക്കെ മാറാനൊക്കുന്ന, നമ്മളെല്ലാം അസൂയയോടെ നോക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. ആ തലത്തിലേക്ക് ഉയരാനുള്ള ഒരു പ്രപ്പോസലാണ്, പ്രോജക്റ്റ് പോലുമല്ല. അതിന് വകയിരുത്തിയിരിക്കുന്നത് 400 കോടി രൂപയാണ്. 600 കിലോമീറ്റർ കോസ്റ്റ് ലൈനുള്ള കേരളത്തിന് 400 കോടിയുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയണമെങ്കിൽ, ഇതിനകത്ത് ഞാനൊരു മണ്ടന്മാർ ഉണ്ടാക്കിയതാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനൊരു കൃത്യമായ ഒരു ഹുക്കുണ്ട്. ഈ ഹുക്ക് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സെൻറ്ററുമായി ഒരു ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ, ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇൻറ്റൻറ്റ് ഞാൻ ഇതിനകത്ത് കാണുന്നു. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 400 കോടി കൊണ്ടൊന്നും ഈ ഷിപ്പ് ബിൽഡിംഗ്, അതിനകത്ത് പറയുന്നത് എന്താ, ആസ് എ ഗ്ലോബൽ മാരിടൈം ഹബ് ബൈ ഡെവലപ്പിംഗ് പോർട്സ്, ലോജിസ്റ്റിക്സ്, ഷിപ്പ് ബിൽഡിംഗ്, കോസ്റ്റൽ എക്കണോമിക് സോൺസ്. ഇത്രയും സാധനങ്ങൾക്ക് 400 കോടി വകയിരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ഇന്ന് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത് പറയാം, ഇത് ഒരു വലിയ പ്രോജക്റ്റ് ആണെന്നും ഇതാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നതെന്ന് പറയാം, ഫെയർ. അത് പറയുമ്പം അതിനുള്ള അതാണ് പറഞ്ഞത്, ഡയഗ്നൈസ് ചെയ്തു കാര്യങ്ങളുണ്ട്, അതിന് ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു. പക്ഷേ ഹൗ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ടു, അപ്പോൾ ഇതിൻ്റെ DPR പ്രിപ്പറേഷൻ ഈ പണം തികയുമോ എന്നുള്ള സംശയം. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈം ലൊക്കാലിറ്റിയിൽ സ്ഥലം വാങ്ങാൻ 1 രൂപ മാറ്റി വെച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കാരണം പണ്ട് നമുക്കറിയാം ശബരിമല പദ്ധതി അനുവദിച്ചു, തീർച്ചയായിട്ടും റെയിൽവേ. ഇന്ന് ആളുകൾ ചോദിക്കുന്നത് കേരളത്തിന് എന്തുണ്ട്. ഒരു സെൻട്രൽ ബഡ്ജറ്റ് കഴിയുമ്പം എനിക്ക് ആളുകൾ ചോദിക്കുന്നത് കേരളത്തിന് എന്ത് കിട്ടി. കാരണം ആ ഒരു കോൺസെപ്റ്റ് ഇന്ന് ഇല്ല. തീർച്ചയായിട്ടും. ഈ റീജിയണൽ റിലീജിയസ് അലോക്കേഷൻസ് ഒന്നുമില്ല. ഇതൊരു പ്രോജക്റ്റ് പറയും. ഈ ടെമ്പിൾ റിനോവേഷൻ ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ അത് ടെമ്പിളാകും, പള്ളിയാകാം, മോസ്ക് ആകാം, എല്ലാവർക്കും ആ പദ്ധതി അനുസരിച്ചുള്ള പ്രോജക്റ്റ് കൊടുത്താൽ അത് സാങ്ഷൻ ആകും. അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ലാത്ത രീതിയിലാണ്. അപ്പം അത് തിരുവനന്തപുരത്താകാം, ഇനി ഗുജറാത്തിലാകാം, എവിടെ വേണമെങ്കിലും. അപ്പോൾ ഈ സാഗർമാല എന്നൊക്കെ പറയുന്ന പ്രോജക്ട്സ് ഉണ്ട്. ഇത് ആ ബ്ലൂ എക്കോണമിയുടെ പാർട്ടായിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോജക്ട്സാണ്. ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് അലൈൻ ചെയ്ത് അവിടെ നിന്ന് പണം കിട്ടി. കാരണം സ്മാർട്ട് സിറ്റി നമുക്കറിയാം, സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് അനങ്ങിയിട്ടില്ല. കാരണം എന്താ? യൂട്ടിലൈസേഷൻ ചെയ്തിട്ടില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ പൈസ ഇങ്ങ് തന്നോ, ആ തരുന്ന പൈസ ഞാൻ സൗകര്യം പോലെ ചിലവാക്കുമെന്നുള്ള രീതി ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ല. അവിടെ സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനോളജി. അതായത് സെൻട്രൽ അതായത് നേരത്തെ വേൾഡ് ബാങ്ക് ഒരു പണം നമുക്ക് തരുമ്പം ഈ കണ്ടീഷൻസ് ഉണ്ട്. നീ ഓപ്പൺ അപ്പ് ചെയ്യണം, കൊക്കോക്കോളയും പെപ്സിയും ഒക്കെ ഇവിടെ വരണം, ഇവിടെ
ട്രേഡിന് ഇതാണ് WTOയുടെ സാങ്ഷൻസിൽ നമ്മൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഈ പണം വരുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു നാഷണൽ ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻസ് നമുക്ക് ഇത് ചെയ്യാൻ, ഞാൻ PM ശ്രീ എടുക്കൂല, നിങ്ങൾ പൈസ തന്നോ ഞാൻ സൗകര്യമുള്ളത് ഇവിടെ പഠിപ്പിക്കും, വേടൻ്റെ പാട്ട് പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പണം കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ബഡ്ജറ്റ്. സോ സാർ പറഞ്ഞത് വെച്ചിട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരു അല്പം കൂടി ഒരു ആഴത്തിലൊന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഈ രാഷ്ട്രീയമായിട്ട് VD സതീശൻ ഒരു സ്മാർട്ട് പ്ലേ ആണ് കളിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? കാരണം പിണറായി വിജയനിൽ ഓപ്ഷൻ ഇത് സ്മാർട്ട് എന്നുള്ളതല്ല. ഇഫ് ഹി ഹാഡ് എൻ ഓപ്ഷൻ പ്രോബ്ലി ഹി മേ നോട്ട് ഹാവ്. തീർച്ചയായിട്ടും. അതായത് ഇതല്ലാതെ വേറെ വഴിയില്ല. അതെ, അപ്പോഴാണല്ലോ നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ആഘോഷ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞ് ചെസ്റ്റംപ് ചെയ്ത് നമ്മൾ സെൻറ്ററുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക, വിച്ച് ഇസ് എ വൈസ് തിങ്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് VD സതീശൻ്റെ സ്മാർട്ട് പ്ലേ ആണെന്നൊക്കെ നമുക്ക് ഒരു പറയുന്നത് ഒരു നറേറ്റീവായിട്ട് കൊണ്ടുവരാമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മൻമോഹൻ സിംഗിന് ക്രെഡിറ്റ് കൊടുക്കും. ആ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ ഓപ്പണിംഗ് ഇതെല്ലാം കൊണ്ടുവന്നത്, റീഫോംസ് കൊണ്ടുവന്നത്, LPG കൊണ്ടുവന്നത്. അത് നേരത്തെ പറഞ്ഞ ഗ്ലോബലൈസേഷൻ, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. തീർച്ചയായിട്ടും. പ്രൈവറ്റൈസ് ചെയ്യുന്നു. 2 ഗ്ലോബലൈസേഷൻ, വിദേശ ഇൻവെസ്റ്റർ, അതിന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ നയം തന്നെയല്ലേ? അതെ. ഇപ്പം ലോ ഗവൺമെൻറ്, ലെസ് ഗവൺമെൻറ്, മോർ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണല്ലോ ഇത് വന്നത്. അപ്പം മിനിമം ഗവൺമെൻറ്, മാക്സിമം ഗവർണൻസ് എന്നുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന പ്രൈവറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. ഇഗെയിൻ ദാറ്റ് ഈസ് അലൈൻഡ് വിത്ത് ദ നാഷണൽ പോളിസി. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ആദ്യത്തെ ഈ മേജർ പ്രോജക്റ്റ് വന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഗതിശക്തി ആണെങ്കിലും അങ്ങനെയുള്ള പ്രോജക്ട്സ് വരുന്നുണ്ട്. അത് അലൈനായിട്ട് പോയാൽ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാം, ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് റവന്യൂ കിട്ടും. ഒരു രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു ഏവിയേഷൻ, കേരള ഏവിയേഷൻ ഹബ്ബ്, MRO. ഈ മുൻകാലത്ത് ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, ഇവിടെ MROയ്ക്ക് വേണ്ടി കണ്ണൂർ ഇൻവെസ്റ്റേഴ്സും മറ്റുമൊക്കെ വന്നിരുന്നതാണ്. ഇത് മറ്റേ വലിയ ഇൻവെസ്റ്റർ മീറ്റും മറ്റുമൊക്കെ നടത്തിയിട്ട് ഇത്രയും കോടി രൂപയുടെ 5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പാർട്ടായിട്ട് MRO ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ്. തിരുവനന്തപുരത്ത് ഓൾറെഡി MRO ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ എയർ ഇന്ത്യയുടെ MRO ഇവിടെ വരുന്നുണ്ട്. ഇതിന് വകയിരുത്തിയിരിക്കുന്നത് ഡെവലപ്പ് ഏവിയേഷൻ MR, അതായത് മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ, അതിനാണ് MRO എന്ന് പറയുന്നത്. ആൻഡ് ലോജിസ്റ്റിക്സ് അറൗണ്ട് എക്സിസ്റ്റിംഗ് എയർപോർട്ട്സ്. ഫെയർ ഇനഫ്. നമുക്ക് കണ്ണൂർ പോലെ വലിയ ഒരു ട്രാൻസ്പോർട്ട് ഹെവി അല്ലാത്ത ഇതിലും നമുക്കിത് പോലെ കൊണ്ടുവരാം. പലയിടത്തും ആവശ്യമുണ്ട്, ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒക്കുന്നതേ ഉള്ളൂ. പക്ഷേ 200 കോടി രൂപയാണ് അതിൽ വകയിരുത്തിയിരിക്കുന്നത്. അതെ, എഗെയിൻ സാർ പറഞ്ഞ പോലെ അതെ, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. അപ്പം എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാം, പക്ഷെ അലോക്കേഷൻ ഇല്ല. കോമ്പറ്റീഷൻ ഫ്രം അതർ സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് തമിഴ്നാടുണ്ട്, കർണാടകയെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഇതിന് കോമ്പറ്റീഷൻ വരും. ലാൻഡ് അവിടെ കിട്ടുന്ന പോലെ നമുക്ക് ഫ്രീ ആയിട്ടോ ഒരു കോസ്റ്റ് കുറച്ചൊരു ലാൻഡ് നമുക്കില്ല. അപ്പോൾ ഈ MROയുടെ ആക്ടിവിറ്റി എങ്ങനെ നമ്മൾ ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇതിനകത്ത് വന്നിട്ടില്ല. അതെ, MRO വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഒരു ഡയറക്ഷൻ പോസിറ്റീവാണ്, പക്ഷേ അതിന് വേണ്ടത് എന്താണ്? അപ്പോൾ ഇതൊരു ബ്ലൂ പ്രിൻ്റ്, അപ്പോൾ അത് ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കാര്യം. പിന്നെ സൗത്ത് കേരള എക്കണോമിക് കൊറിഡോർ, റെയർ എർത്തിൻ്റെ, ഇന്ന് കേരളം
ആന്ധ്ര, ഒറീസ ഇവിടെയൊക്കെ ഉള്ള റെയർ എർത്തിൻ്റെ ഇതൊരു കൊറിഡോർ ആക്കണമെന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നതാണ്. അന്ന് ഇവിടെ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ പറഞ്ഞു കേരളത്തിൻ്റെ മറ്റേ കരിമണലെല്ലാം ഇവിടെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ളൊരു ചെയ്യുന്നതെന്ന്. അദാനിക്ക് തീരെഴുതാനാണ്. അപ്പം നമുക്ക് കർത്തയ്ക്ക് തീരെഴുതുന്നതിന് കുഴപ്പമില്ല, അതിനകത്ത് സ്റ്റേറ്റ് എക്സ്ചക്കറിന് ക്യാഷ് കിട്ടാത്തതിൽ കുഴപ്പമില്ല, മാസപ്പടി വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നടന്നാൽ ഒരു 5000 കോടി 5 ലക്ഷം കോടിയെന്നോ 6 ലക്ഷം കോടിയെന്നോ പറയുന്നത് പീനട്സ് ആയിട്ട് തോന്നാവുന്ന തലത്തിലുള്ള റവന്യൂ വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. എങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യും, അംബിഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഇതിനും ഒരു കേന്ദ്രത്തിലോട്ട് ഉള്ള പ്രോജക്റ്റുമായിട്ട് അലൈൻ ചെയ്താൽ മാത്രമേ ഈ അംബിഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ ഒക്കൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ റിസ്ക് വേറെയുണ്ട്. അവിടുത്തെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്കാണെങ്കിലും ലോക്കൽസിനാണെങ്കിലും ഇവരൊക്കെ ഒരുപാട് ഇതിനെ എതിർക്കുന്ന ആളുകളാണ്. അതിനകത്ത് പൊളിറ്റിക്കൽ എതിർപ്പും വരാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് അംബിഷ്യസ് ആണ്, പക്ഷെ റിസ്കി ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനുണ്ട്. 4-മത്തത് MSME യൂത്ത് സ്കീം. 5 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടപ്പിന് കൊടുക്കുമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഇതെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമുകൾ അങ്ങനെ ഒരുപാട്. സോ മുദ്ര ലോൺ ആക്ച്വലി ഡിസ്ബേഴ്സ്മെന്റ് ഒന്ന് ബാങ്കുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തീരാനുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ഇന്ദിര പ്രിയദർശിനി ലോൺ എന്ന് പറഞ്ഞ് കൊടുക്കണം എന്നില്ല. കാര്യം നടക്കണം, ആയിക്കോട്ടെ, ഒരു ബ്രാൻഡിങ് ആയിക്കോട്ടെ, അതൊരു പ്രോജക്റ്റ് ആകട്ടെ, അതിന് പ്രൊപ്പഗാൻഡ ആകട്ടെ, ആളുകൾക്ക് പണം കിട്ടുന്ന ഒരു രീതിയാണെങ്കിൽ. പക്ഷേ ഇതിനകത്ത് ഒരു ന്യൂ സ്കീം ടു സപ്പോർട്ട് യൂത്ത് ലെഡ് MSME ടെക്നോളജി ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഉള്ള സാധനത്തിന് നമ്മളൊരു 100 കോടി രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, വകയിരുത്തിയിരിക്കുന്നത്. 10,000 പുതിയ നമ്മൾ 1 ലക്ഷം MSME കണ്ടു കഴിഞ്ഞു. അത് 1 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷം ആയി. അതാണ് കഴിഞ്ഞ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഗവൺമെൻറ് 10,000 പറയുന്നു, കുറെ കൂടെ ഒരു ഫാക്ച്വലായി. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റഡി നടത്താനോ ചുമ്മാ ഒരു നമ്പർ പറയുന്നതുകൊണ്ടോ കാര്യമില്ല. ഇവിടുത്തെ ആക്ച്വൽ ഇഷ്യൂസ് എന്താണ്, ഇത് പറഞ്ഞിട്ടല്ലേ ഒരു ഇത്രയും ഇതിനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിൽ ഈ പറയുന്ന അലോക്കേഷൻ കുറവാണ്, പ്രോബ്ലം സ്റ്റഡി ചെയ്തിട്ടില്ല, ഒരു പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഒരു ഇൻറ്റൻഷൻ നല്ലതാണോ? നമുക്ക് ഈ പത്രത്തിൻ്റെ ഒരു വലിയ തലവാചകത്തിൽ വരാനൊക്കുമോ? ഡെഫിനറ്റായിട്ട് ഒക്കും. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, ഫണ്ടിങ് എന്താണ്? ഇറ്റ്സ് അണ്ടർ ഫണ്ടഡ്. 100 crore ഇസ് നത്തിങ്. 6-മത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്നൊരു സാധനം. ഇതിനെപ്പറ്റി ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ശരിയാണ്, ഈ കേരളത്തിലെ മലയാളി വ്യവസായികളും വ്യാപാരികളും ഒക്കെ വിദേശത്തും അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. അല്ലാതെ തന്നെ പലരും കേരളത്തിന് സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ സുധാമൂർത്തിജി അവർ സേവാഭാരതിക്ക് ഫണ്ടിങ് ഡയറക്റ്റായിട്ട് ചെയ്ത് അതിൽ ഒരു പാർട്ട് വഹിക്കാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. അവർ 20 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അന്ന് അവർ പോയി അന്നത്തെ മുഖ്യമന്ത്രിയെ കാണുകയും ഓഫർ ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 20 കോടിയുടെ ഫണ്ടുണ്ട്, ഈ ഫണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരില്ല, നിങ്ങൾ പറയുകയാണ് ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ കാര്യം ചെയ്ത് തരും. അത് പറ്റില്ല, ഫണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് തന്നാലേ പറ്റുള്ളൂ. എനിക്കൊന്നും അത് ആ ഫണ്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CM ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്തെല്ലാം അഴിമതികൾ നടന്നു എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ കരുതൽ മിഷനൊക്കെ നമുക്ക് നല്ലതാണ്. ഒരു CSR ഈ CM റിലീഫ് ഫണ്ടൊന്നും CSR ഫണ്ടിന് എലിജിബിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ ഒക്കുന്നത് ഇതൊരു 12A ETG ഇൻകം ടാക്സ് ഇതൊരു പ്രത്യേക ട്രസ്റ്റാക്കി പ്രൊഫഷണലി മാനേജ് ചെയ്താൽ ഡെഫിനറ്റായിട്ടും കുറെ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ. ഇപ്പം മേയർ കെയർ എന്ന് പറഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്ത് ചെയ്തു, ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. കുട്ടികൾക്ക് എല്ലാ വാർഡിലും 101 വാർഡിലും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനകത്തൊരു പ്രപ്പോസൽ ഉണ്ടാക്കി നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലാണെങ്കിലും ഈവൻ ഞാൻ പറയുന്നത് ട്രാൻസ്പോർട്ടിൽ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, വിമന് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം. ഇതൊരു സോഷ്യൽ ഇനീഷ്യേറ്റീവായിട്ട് ചെയ്യാൻ ഒക്കുന്ന കോർപ്പറേറ്റ്സ് കാണും. അത് ഈ പറയുന്ന ഇവിടെ നിന്ന് ബസ് വാങ്ങിക്കുന്ന അശോക് ലേലൻഡിലോ ടാറ്റയിലോ ഐഷറിലോ ഒക്കെ ചോദിച്ചാൽ അവർ കുറേ പണം ഇതിന് ഒരു പക്ഷേ അവരുടെ CSR ഫണ്ടിലോട്ട് മാറ്റി. അതും ഒരു പോസിറ്റീവായിട്ടുള്ളതാണ്. പക്ഷേ എത്രമാത്രം അതിന് പ്രിപ്പയർഡ് ആണ്.
എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് ജനങ്ങൾക്ക് നേരിട്ട് ചെയ്യണം എന്നുള്ളതിന് ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നു ഈ 6ാമത്തെ പോയിന്റ്. അപ്പം സോഷ്യലി പോസിറ്റീവാണ്, പക്ഷേ ഒരു സിംബോളിക് ജസ്റ്ററാണ്. 1 കോടി രൂപ, ഇന്റൻഷൻ ഇസ് ഗുഡ്, ഇംപ്ലിമെന്റേഷൻ ഇസ് ദ അതിന് 1 കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് കൺസൾട്ടൻസിയാണ്? 1 കോടി രൂപയുടെ കൺസൾട്ടൻസിയുടെ ആവശ്യമുണ്ടോ? ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് അല്ല ഇത് നോക്കേണ്ടത്, അവർ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്നവരാണ്. ഇത് കൂടുതലും ഒരു പരിചയമുള്ള കോർപ്പറേറ്റ് പരിചയമുള്ള ആളുകളെ ഏൽപ്പിക്കണം. എന്നാൽ ഇതൊരു പക്ഷേ CSR കമ്മിറ്റിയും ഇവിടുത്തെ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, സ്റ്റേച്ചറുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പം ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന് തുടങ്ങിയത് തത്വമയിയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് തത്വമയി TV ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ന് K. ജയകുമാർ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു അൺബ്ലെമിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉള്ള ഒരാൾ വന്നു, അപ്പോഴാണ് ഒന്ന് അടങ്ങിയത്. അതുപോലെയുള്ള ആളുകളെ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പക്ഷേ ആളുകൾക്ക് വിശ്വാസം തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അതിൻ്റെ ഒരു ഭരണം ഏൽപ്പിച്ചാൽ ഗവൺമെൻറ്റിന് ഈ CSR ഫണ്ട് കളക്ട് ചെയ്യാനോ ആരോഗ്യ മേഖലത്താണെങ്കിലും അതുപോലെ തന്നെ ഒരു ബസ്സിൻ്റെ ട്രാവലാണെങ്കിലും ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ്, ഈ വെൽഫെയർ മെഷേഴ്സ് കുറേയൊക്കെ ഇതുപോലെ ഫണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് തന്നെയാണ്. ഹൗ ഇറ്റ് ഗെറ്റ്സ് ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോജക്ട്സ് ഒന്നും മോശമെന്നുള്ളതല്ല. പിന്നെയുള്ളത് ഹയർ എഡ്യൂക്കേഷൻ. എഗെയിൻ എത്ര 75 ലക്ഷം കോടി രൂപയോ മറ്റോ ആണ് ഇവിടെ നിന്ന് ഔട്ട്സൈഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ്, ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സംശയം. ബ്രെയിൻ ഡ്രെയിൻ, ഇവരാരും തിരിച്ചു വരുന്നില്ല. ഇന്ന് പല പ്രോജക്റ്റും കേരളത്തിന് ചെയ്യാനൊക്കാത്തത് ഇവിടെ നിന്ന് മൈഗ്രേഷൻ, സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ, യൂത്ത് മൈഗ്രേഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും ഇല്ല. ഇത് ഒരു കതിരിൽ വളം വയ്ക്കുന്ന ഒരു രീതിയാണോ എന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ആലോചിക്കേണ്ടി വന്നേക്കാം. എനിവേ അറ്റ്ലീസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ ഹബ് എന്ന് പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റിലോ അറ്റ്ലീസ്റ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശങ്ങളിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഒരു എന്താ പറയുന്ന ഒരു അഫോർഡബിൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒക്കുമെങ്കിൽ ഒരു പക്ഷേ അതൊരു നല്ല ഇൻകം ജനറേഷൻ സോഴ്സ് ആവും. അവിടെയും നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരും. തീർച്ചയായിട്ടും അവിടെയാണ് നമുക്കൊരു ഈ ലാൻഡ് റിഫോംസ് 2.0 വരുന്നത്. 1.0 ended up as a scam. അതെ, ഈ പട്ടയമില്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആ കൃഷി എന്ന് പറയുന്ന സാധനം ഇല്ലാതായി. അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും നോക്കിയിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് മുതലാളിയാണ്, ഇന്ന് കൃഷി അൺവയബിളായി. ഇപ്പോൾ ഇത് കേൾക്കുമ്പം ഞാനൊരു ബൂർഷ്വയാണെന്നോ ഈ പറയുന്ന അധ്വാനിക്കുന്ന ഇതെല്ലാം പറയാം. അവർക്കൊരു ഫെയർ ആയിട്ട് ലാൻഡ് ഓണർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു കാറ് കൊണ്ട് എൻ്റെ ഡ്രൈവറിന് കാറ് തരാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും റീപ്ലേസ്മെൻ്റ് ഉണ്ട് ഇതിനൊരു. അപ്പം ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് കാര്യം ഇത് ഒരു റെട്രിക്കിന് വേണ്ടി ചെയ്തു. ഇന്ന് നമ്മുടെ കാർഷിക മേഖല ഏതാണ്ട് 7 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1.5 ലക്ഷം ഏക്കറേ ഉള്ളൂ, ബാക്കി തരിശായിട്ട് കിടക്കുക. അതിന് ആ ലാൻഡ് റിഫോംസിലൂടെ ഇത് മാറി ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റീഫോംസ് കൊണ്ടുവന്ന് ഒരു പാക്കേജാണ് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കിഫ്ബി എന്ന് പറയുന്നതിനെ ടോട്ടലി റീവാമ്പ് ചെയ്യുമെന്നും അതിനകത്ത് റിപ്പോർട്ട് വരുമെന്നും അതിന് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നു. അതെല്ലാം അങ്ങനെ നിൽക്കട്ടെ. അതായത് തനത് ആയിട്ട് നമ്മുടെ ഇതുവരെ നടന്നിരുന്ന എങ്ങനെയാണെന്ന് കിഫ്ബിക്ക് ഡയറക്റ്റായിട്ട് പണം കിട്ടുന്നു, അവരത് തോന്നിയ പോലെ ചിലവാക്കും. അതിൻ്റെ മോഡൽ ഞാൻ അഴിമതി ഉണ്ടെന്ന് ഒന്നും ഒരു അക്യൂസേഷൻ ഞാൻ അലർജി ആണെങ്കിൽ എനിക്കറിയണം, എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. പക്ഷെ അവരുടെ ഒരു മോഡൽ വാസ് ബാഡ്. PWD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇറലവൻ്റായി. തീർച്ചയായിട്ടും ഇത് കിഫ്ബി ആയി. അതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം നല്ലതാണ്, അതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. അല്ല, വണ്ടാനം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു OPD ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡോക്ടറെ ഞാൻ കണ്ടപ്പോൾ പറയുന്നത് കൊറിഡോർ വലുതും ക്യൂബിക്കിളും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ക്വാളിറ്റി കൺസ്ട്രക്ഷനാണ് നമ്മൾ നടത്തിയത്? വീടുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരുപാട് പരസ്യം കൊടുത്തും മറ്റുമൊക്കെ എന്തോ കിഫ്ബി വലുതാണ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ഓഫ് ദാറ്റ്, കാരണം കൊറിഡോറിലല്ലേ പരസ്യം ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് എന്തായാലും ബാഡ് പ്ലാനിങ്, ബാഡ് ഇംപ്ലിമെന്റേഷൻ ആണ് ഞാൻ എൻ്റെ ഒരു നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൽ നിന്നൊക്കെ മാറി ഈ പറയുന്ന വാഹന സെസ് ആണെങ്കിലും പെട്രോളിയം നമ്മൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന 1 രൂപയാണെങ്കിലും കിഫ്ബിയിലോട്ട് പോകാതെ
നേരെ ഒരു ഇതിലോട്ട് വരുന്നത് ഗവൺമെൻറ് എക്സ്ചറിൽ ഡയറക്റ്റായിട്ട് വരുന്നു. പിന്നെ ഇവർ മോണിറ്റേർഡ് ആയിട്ട് കൊടുക്കുന്നു. ഫെയർ, ഇങ്ങനെയുള്ള റീഫോംസ് ഒക്കെ വേണം. പക്ഷേ ഇതൊരു ഒരു ഒരു സസ്റ്റൈനബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു വലിയ ഇതൊരു ചെറിയ ഒരു കോസ്മെറ്റിക് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഒരു തൽക്കാലം ഒരു പുട്ടിയൊക്കെ ഇട്ടൊന്ന് മുഖമൊക്കെ മിനുക്കി വച്ചു, സോ ദാറ്റ് ഇന്നത്തെ എല്ലാ പത്രങ്ങളും നിറഞ്ഞു നിൽക്കാൻ പറ്റി. ഈ പഴയ ആൾക്കാർ വരുമ്പോൾ പെയിന്റ് പോയെടുത്ത് മറ്റേ വെയ്സ് വയ്ക്കുന്നു. അതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ, പക്ഷേ ആളുകളും അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെന്നേ. കാരണം ഇതൊരു ഇവിടെ വന്ന ഒരു മജീഷ്യനല്ല, ദൈവമല്ല, സാധാരണ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആ ഒരു ഇതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്ന ഒരു മാസത്തിനാവും ഒരു ബഡ്ജറ്റ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കുറ്റം പറയില്ല. ദാറ്റ് ബ്രിങ്സ് us back to your first point. ഇപ്പോഴിത് ധൃതി പിടിച്ച് ചെയ്യണ്ടായിരുന്നോ എന്നുള്ളത്. അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഇനി അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതെ തരവില്ല എന്നുള്ളത്. കാരണം he'll have to take the brick bats also. ഇപ്പൊ ഇതിന്റെ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ തോന്നുന്നു. ഒരു വൈറ്റ് പേപ്പർ, എക്കണോമിക് സർവേ പോലെ എക്കണോമിക് റിവ്യൂ ആണെന്ന് തോന്നുന്നു ഇവിടെ കേരളത്തിലുള്ളത്. അതിനകത്ത് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇതാരും കാണാറില്ല, പറയാറില്ല, ചെയ്യാറില്ല. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഇതുവരെ. 10 വർഷം എന്നല്ല, അതിന് മുന്നോട്ട് പോയാലും ശ്രീ കെ എം മാണി അദ്ദേഹം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ആണെങ്കിലും മിച്ച ബഡ്ജറ്റ് കമ്മിയായി മാറിയാലും ഇതൊന്നും നമ്മളെ ബാധിച്ചിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറെ കൂടെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കണം. ഇതെങ്ങനെ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്ന ഇത്രയും പണം കളക്ട് ചെയ്യുന്നു. പക്ഷേ ഇതിനൊക്കെക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വളരെ പ്രോ ആയിട്ടുള്ളൊരു ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 15-ാം തീയതി മറ്റോ ആണ്. അതായത് ഫുൾ ഒരു ബ്ലാസ്റ്റ് ഔട്ട് ഓഫ് ഒരു ഇതായിട്ട്, അതായത് കേരളത്തിൻ്റെ വരുമാന സ്രോതസ് വൻ കുതിപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് വരുമാനത്തിൽ കണ്ടോന്നറിയില്ല. കണ്ടു 5620 കോടി രൂപ മറ്റോ വരുമാനം ഉണ്ടായി. അത് 16,000 ആയിരുന്നത് ഏതാണ്ട് 21,000 എന്തോ ആയി. ഈ 2 മാസത്തെ വരുമാന വർധനവ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു, ഒരു പുതിയ മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്ക് ഈ വരുമാനം എല്ലാം കൂടി കറക്റ്റ്. അപ്പോൾ ആക്ച്വലി അത് ചെയ്യാൻ ഒക്കുമോ? അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന 2 മാസം കൊണ്ടുണ്ടായ 5000 കോടി, അപ്പോൾ ഒരു വർഷം എത്രയാവണം? ഏപ്രിൽ മുതലാണ്. ഏപ്രിലും മെയ്യും ആണ് ഈ 2 മാസം. അപ്പോൾ 2500 കോടി വെച്ച് ഒരു മാസം വരുമാനം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത്രയും ഇത് 35,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ളത് പോട്ടെ, ഒരു 20,000 കോടി രൂപ എങ്കിലും ഈ 5 വർഷം കൊണ്ട് കുറെ കിട്ടണ്ടേ? ഇവർ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ 30,000 ഞാൻ പറയും 20,000 ക്രോസ് സീസണൽ ഫ്ലക്ച്വേഷൻ 18 മുതൽ ഒരു 20,000 കോടി നമുക്കങ്ങ് വിട്ടുകൊടുക്കാം ജനറസ്. അങ്ങനെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? നാച്ചുറലി നമ്മളൊരു ഒബ്സർവർ എന്ന് അവകാശപ്പെട്ട നമ്മൾ ആ കാരണം. അപ്പോൾ ഞാനതിന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വരുമാന വർധനം മേജർ GST വരുമാന വർധനമാണ്. അപ്പോൾ GSTയിൽ റേറ്റ് റാഷണലൈസേഷൻ ഉണ്ടായി സെൻട്രൽ ലെവലിൽ. ഈ റേറ്റ് റാഷണലൈസേഷൻ ആക്ച്വലി അൺലോക്ഡ് പർച്ചേസിങ് പവർ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സാധനമായി. ഇതിന് പുറമെ കറണ്ട് ഇയറിൽ 12 ലക്ഷം രൂപയാണ് ഒരു നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പരിധി വർധനവ് വന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി അതൊരു കുറേ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി. കാരണം 5 ലക്ഷം രൂപയിൽ നിന്നുള്ളത് ഒരു മാസം 50,000 രൂപയുടെ ഇത് ഒരു സേവിങ് അതിനകത്ത് കിട്ടുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് ഈ GST അല്ലെങ്കിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഈ സ്കൂളിൻ്റെ അടച്ചിരിക്കുന്ന സമയം. അപ്പോൾ അത് ഒന്നുകിൽ അത് സസ്റ്റെയിൻഡ് ആയിട്ട് ചെയ്യാനുള്ള പ്രോജക്ട്സ് ഇതിനകത്ത് വരണമായിരുന്നു, അല്ലെങ്കിൽ അതിനെ അങ്ങനെ നിലനിർത്താനായിട്ട്. ഇവിടെ ആകെ പറയുന്നത് എങ്ങനെ ഒരു വിഭവം സമാഹരിക്കുന്നു പറയുന്നത്, പ്രവാസികൾക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ ഉണ്ടാക്കി, ഒരു ഫണ്ട് മെക്കാനിസം ഉണ്ടാക്കി. പണ്ട് മസാല ബോണ്ടായിരുന്നു. ഇത് അവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കിനേക്കാൾ 1% കൂടുതൽ പലിശ കൊടുത്ത് നമുക്ക് അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാം. ഈ ബെനവളൻ്റ് ആയിട്ടുള്ള മലയാളികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം, പ്രവാസികളായിട്ടുള്ള ആളുകൾ. ഇത് നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് നോക്കാതിരുന്നതല്ല. പ്രവാസി ചിട്ടിയെന്നും
അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് പറ്റി, ഇന്ന് ഉള്ള സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ആളുകൾ ഒരു ബാങ്ക് FD-യിലേക്കല്ല പണം ഇടുന്നത്. അവൻ്റെ ഓപ്പർച്യൂണിറ്റി വലുതാണ്. അവർ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഉണ്ട്. അവരെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി ഡയറക്റ്റ് റൂട്ട് ഉണ്ട്. മാത്രമല്ല ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റും അല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും നമ്മൾ പരസ്യമൊക്കെ കൊടുത്ത് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ എത്രമാത്രം ഇഫക്റ്റീവാണ്. രണ്ട്, ഇന്ന് FCNR-B എന്ന് പറഞ്ഞ് കേന്ദ്രം ഓൾറെഡി ഒരു അഡീഷണൽ ഇത് ചെയ്തു, ടാക്സ് വെയ്വർ ചെയ്ത് കൊടുത്ത സമയത്ത് ഒരു റഫ്ലി അബൌട്ട് 10 to 11% പണം കിട്ടുന്ന ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ ഈ ഫോറിൻ കറൻസി ആവശ്യം നമ്മൾ വന്നാൽ പണ്ട് ഈ ലാസ്റ്റ് മിനിറ്റിൽ പോകുന്നതിന് പകരം ഇന്ന് നമുക്ക് $100-700 ബില്യൺ ഇതുണ്ടെങ്കിലും കൂടുതൽ വിദേശ കറൻസി ഇന്ത്യയിലേക്ക് വരട്ടെ എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി പാടാണ്. അപ്പോൾ ഇത് കേരള ഗവൺമെൻറ് അങ്ങനെ ഒരു ലിവറേജ് ഇല്ല, എൽബോ സ്പേസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന വിഭവ സമാഹരണത്തിൻ്റെയും മറ്റുമൊക്കെ മറ്റത് ഡെപ്പോസിറ്റാണ്. ആ ഡെപ്പോസിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഈ പറയുന്ന പ്ലാൻ, ഈ പറയുന്ന കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് ചിലവാക്കാനേ ഒക്കുള്ളൂ. അതൊരു പോൺസി സ്കീം പോലെ ആയിപ്പോ എന്നത് തീരുന്നോ? കാരണം ചിന്മയ മിഷന് KTDFC പണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ കോടതിയിൽ വരെ പോയി. അന്ന് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഗ്യാരണ്ടി കൊടുത്ത് ഞങ്ങൾ ബാധ്യത, അത് വേറെ കമ്പനിയാണ്. ജഡ്ജി റിബ്യൂക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം പണം വാങ്ങിക്കുമ്പം ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ബോണ്ടായിട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഹറീഡായിട്ടോ വെൽ തോട്ട് ഔട്ട് അല്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്നത് ഒരു കൂടുതൽ അപഹാസ്യമാകാനേ സാധ്യതയുള്ളൂ. ഒരു റിയൽ ഇൻ്റർവെൻഷൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ കമ്പനി. അതിൻ്റെ ബാക്കി പോട്ടെ, അതിൻ്റെ പ്ലാൻ അത് ഇത് ഈ എക്കണോമിസ്റ്റുകൾ പറയട്ടെ, അതിൻ്റെ നമ്പേഴ്സിലേക്ക് പോട്ടെ. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മളൊരു സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഇതൊക്കെ ഡ്രീംസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ പ്ലാനുണ്ട്, ഡ്രീമുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു ബഡ്ജറ്റായിട്ട് കണ്ട് അതിലെ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് കണ്ട് ഒരു പ്രകീർത്തിക്കാനായിട്ട് ഞാൻ പേഴ്സണലി ഒന്നും കണ്ടില്ല. പക്ഷേ ഇൻറ്റൻഷൻ ഐ വിൽ ഗീവ് ദാറ്റ് ഇൻറ്റൻഷൻ്റെ ഒരു മാർക്ക് ഞാൻ ഡെഫിനറ്റ് ആയിട്ട്. സാറ് പറഞ്ഞതിൽ സാറൊരു വളരെ ജെന്യുവനായിട്ടും ഇമ്പാർഷ്യലായിട്ടും ഒരു നടത്തിയ അനാലിസിസ് ആണ്. പക്ഷേ ഒരു കുറച്ചും കൂടി ഒരു റോ ആയിട്ട് ഇത് എനിക്ക് പറയാൻ തോന്നുന്നു, സാറിൻ്റെ അനാലിസിസ് കേട്ടിട്ട് പറയാൻ തോന്നുന്ന ഇൻറ്റൻഷൻ ഈസ് സ്റ്റിൽ ഗുഡ്, ബട്ട് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഇല്ലാതെ ഇതൊരു കാസിൽ ഇൻ ദ എയർ ആയി പോകില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആകാശത്ത് കിട്ടുന്നൊരു മനക്കോട്ടയായി മാറുന്നില്ലെന്ന്. ദാറ്റ് ബ്രിങ്സ് മീ ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറിനോട് ഈ 8 പോയിന്റുകൾ സാറ് പറഞ്ഞു, ഇതിലെല്ലാം ഈ ഇൻറ്റൻഷൻ ഈസ് ഗുഡ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ദാറ്റ് ഈസ് ഓൾസോ ടു ജനറസ്. നമ്മൾ വളരെ ലിബറലായിട്ട് സമ്മതിച്ചു കൊടുക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഇല്ല. ഇതിലെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. പിന്നെ സാറ് ഇപ്പോൾ അവസാനം പറഞ്ഞ ആ ലാസ്റ്റ് 2 months VD മാജിക് എന്ന് മീഡിയാസ് ഡിക്ലെയർ ചെയ്ത സാമ്പത്തിക ഉണർവ്, ആ ഉണർവ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എഗെയിൻ ബാക്ക്ലാഷ് വിൽ ബി ഡിറക്റ്റഡ് അറ്റ് വി ഡി സതീശൻ ഈ മാജിക് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതിന് ന്യായം കണ്ടുപിടിക്കലായിരിക്കും. ദാറ്റ് ഈസ് മീഡിയ VD സതീശനെ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണമായിരിക്കുമോ നമുക്ക് കാണേണ്ടി വരിക? വാട്ട് ഈസ് യുവർ, ഞാൻ പ്യുവർലി ശുദ്ധമായ രാഷ്ട്രീയമാണ് ഈ ബഡ്ജറ്റിനെ പ്രതി ചോദിക്കുന്നത്. അല്ല, ഒരു ഫെയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുഴുവനൊക്കെ നമ്മൾ ഈ ഒരു കിഫ്ബി എന്ന് പറയുന്ന ഒരു വിസ്മയം പൊങ്ങി നിന്നു. ഇപ്രാവശ്യം അതുപോലെ അത് അദ്ദേഹം തന്നെയാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന് ഒരു ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ വലിയൊരു സ്കില്ലുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രി ആകില്ലായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഈസ് എ ഗുഡ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ഒരു ഫെയർ എക്സിക്യൂഷൻ ചെയ്യാൻ ഒക്കുന്നത്. പിന്നെ ഒരു സ്ട്രോക്ക് ഓഫ് ലക്കും കൂടെ ഉണ്ടെങ്കിൽ ഇത് പോവും. പക്ഷെ നമുക്ക് സ്ട്രോക്ക് ഓഫ് ലക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇഷ്യൂ. റൈറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സർവൈവലോ സസ്റ്റനൻസോ അല്ല, സ്റ്റേറ്റിൻ്റെ സർവൈവലും സസ്റ്റനൻസും ആണ് എന്നെ കൺസേൺ ചെയ്യിക്കുന്നത്. ഹി മേ ബി എ ഗുഡ് പൊളിറ്റീഷ്യൻ വിത്തൗട്ട് എവറിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാതെ 10 വർഷം നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം തന്നെ പ്രതിപക്ഷത്തിൽ വീണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ സാലറീസും അലവൻസസും കംഫർട്ട്സും ഒക്കെ എടുത്ത് അദ്ദേഹം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ഇതൊക്കെ അവരുടെ ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്കില്ലായിട്ടോ അവരുടെ സ്ട്രാറ്റജി ആയിട്ടോ അവർ മാനിപ്പുലേഷൻ ആയിട്ടോ വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് ഇദ്ദേഹത്തിന് ചിലപ്പോൾ പറ്റിയെന്നിരിക്കാം. റൈറ്റ്. അത് പക്ഷേ എപ്പോഴും സ്റ്റേറ്റിൻ്റെ അവിടെയാണ് ഈ ബിയോണ്ട് പോളിറ്റിക്സ്.
അവിടെ നാഷണൽ ഗവൺമെൻറ്റിനെ എപ്പോഴും ഞാനൊരു ഒരു 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 പടി മുന്നോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗതിശക്തിയാണെങ്കിലും ഇതെങ്ങനെയുള്ള ഇത് പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുള്ളത് ഗുജറാത്തിന്, അതിനുശേഷം മഹാരാഷ്ട്രയ്ക്കാണ്. ഇത് രണ്ടും ഓക്കെയാണ്, നമുക്ക് പറയാം. ഗുജറാത്ത് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റ് ആണ്, അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുള്ള ഇതാണ്. മഹാരാഷ്ട്ര അഗെയിൻ ഭരണം അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. പക്ഷെ തമിഴ്നാടാണ് പിന്നെ വന്നിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സെൻട്രൽ സ്കീമും അവെയിൽ ചെയ്യുകയോ പുറംതിരിഞ്ഞ് നീങ്ങുകയോ ചെയ്തത് കേരളമാണ്. ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളാണ്. കാരണം ഇത് നിങ്ങൾ പണം താ, ഞാൻ പറയുന്നത് കേൾക്കില്ല എന്ന് പറയുന്ന ഒരു രീതി നടക്കില്ല. ഇപ്പം എന്തുകൊണ്ട് ബി.ജി. റാംജി വന്നു? മൻരേഗയിൽ 10% കൊടുത്താൽ മതി, ഇവർ ബോധേഡല്ല. ഗവൺമെൻറ്റിൻ്റെ പാസ് ത്രൂ ആയി. ഇന്ന് ഗവൺമെൻറ് പറയുന്ന ഒറ്റ അസറ്റ് ക്രിയേഷൻ നടന്നിട്ടില്ല ഈ മൻരേഗയിൽ. ആളുകൾ തൊഴിലുറപ്പെന്ന് പറയുന്നത് ഇവിടെ ഒരു 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 എന്താ പിക്നിക്കിന് പോകുന്നതിന് തുല്യമായി മാറി. അവിടെ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് മേജർ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് അസറ്റ് ക്രിയേഷൻ ഉണ്ടാകണം. നമ്മൾ ഇത്രയും ലക്ഷം കോടി രൂപ ഇവിടെ ഇതിനകത്ത് ആളുകൾക്ക് തൊഴിലുറപ്പായിട്ട് കൊടുക്കുമ്പോൾ, ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും വേണം. ആ അസറ്റ് ക്രിയേഷൻ വേണം. അത് സ്റ്റേറ്റിനാണ് കൂടുതൽ മോണിറ്ററിങ് കപ്പാസിറ്റി ഉള്ളത്. ആ കപ്പാസിറ്റിയിൽ എൻ്റെ പണവും കൂടെ പോകുമ്പോഴേ ആ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് ഏതെങ്കിലും കോൺട്രാക്ടർക്ക് കൊടുത്ത് അത് മറ്റേ ഒരു പാർട്ടി വർക്കിന് വന്നാലും തൊഴിലുറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതി ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ള അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ പോയില്ല. പക്ഷേ ഇന്ന് എവറിത്തിങ് ഇസ് ബിസിനസ്. ആ ബിസിനസ് എല്ലാം ചലഞ്ചാണ്. ആ ചലഞ്ചിൽ സ്മാർട്ടായിട്ടുള്ള സ്റ്റേറ്റ്സ് കൂടുതൽ അലൊക്കേഷൻ ഉണ്ടാക്കും, അവർ ബെറ്ററായിട്ട് പെർഫോം. കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ടൂറിസം ആണെങ്കിൽ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, കണക്ടിവിറ്റി കൂട്ടുക. ബിസിനസ് ആണെങ്കിൽ അതിന് സർവീസ് സെക്ടറിലേ ഒക്കെയുള്ളൂ, മാനുഫാക്ചറിങ്ങിലേക്ക് നമുക്ക് പറ്റില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് മനസ്സിലാവുക. നിസാൻ എന്ന് പറയുന്ന ഭീമൻ ഇവിടെ വന്നു. 2000 പേരെയാണ് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നത്. അത് 2000 പേരെ ഇവിടെ കിട്ടില്ല. അൺഎംപ്ലോയിഡ് ഇല്ലാത്തത് കൊണ്ടല്ല, അൺഎംപ്ലോയബിൾ ആയതുകൊണ്ടാണ് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. പോട്ടെ, അവിടെ ഈ 2000 പേർക്കോ 3000 പേർക്കോ ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലസൗകര്യമുള്ള ഒരു കെട്ടിടം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ജപ്പാനിൽ നിന്ന് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു കണക്ടിവിറ്റി ഇല്ല. ഇവിടെ അവർ ഒരു ബിസിനസ് ക്ലാസ് ട്രാവലർ അവിടെ നിന്ന് സിംഗപ്പൂരിൽ വന്ന് ഇറങ്ങിയാൽ സിംഗപ്പൂരിൻ്റെ കണക്ടിവിറ്റി അന്ന് സിൽക്ക് ഉണ്ടായിരുന്നത് മാറി സ്കൂട്ടായി. അപ്പോൾ അത് കേന്ദ്രം അല്ല, ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ആളുകൾക്ക് ഇവിടെ വരുമ്പം അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക്, കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. അല്ലാതെ ഇതൊരു വി.ഡി. സതീശനാണോ പിണറായി വിജയനാണോ നമ്മൾ അടികൂടി ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. ആ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ എക്കണോമിക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ പ്രൊപ്പോസലും പ്രോജക്റ്റും ഒക്കെ പറയുമ്പോഴും സസ്റ്റൈനബിലിറ്റി വലിയ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഈ ഗതിശക്തിയിലും ഇതെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു മെൻഷൻ ഇല്ല. അതിനു വേണ്ടിയുള്ള എന്താണ് ഈ നെറ്റ് സീറോ എന്നൊക്കെ പറയുന്ന കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊരു ഹറീഡായിട്ട് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ അലൈൻമെൻറ്റ് നോക്കുമ്പോൾ സെൻറ്ററുമായിട്ട്, പക്ഷേ ലെറ്റ് us pray that good sense will prevail. സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് പോയാൽ നമുക്ക് പല കാര്യങ്ങളിലും ഡെവലപ്മെൻറ്റ് ആ ബേസിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ബിസിനസ്സിന് ഗ്രോത്ത് ഉള്ളൂ. അതിൽ സ്റ്റാർട്ട് ചെയ്തൊരു 3 മുതൽ 5 വർഷം വരെ ഒരു ടൈം പീരീഡ് എടുത്താൽ, കുറച്ച് ബെൽറ്റ് ടൈറ്റൻ ചെയ്താൽ, ഇന്ന് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അപ്രൂവൽ റേറ്റിംഗ് എന്താണോ ആ അപ്രൂവൽ റേറ്റിംഗ് വി.ഡി. സതീശന് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം ഒരു ഫ്രജൈൽ 5-ൽ നിന്നും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോക നേതാക്കളൊക്കെ പണ്ട് ഈ G7-ലൊക്കെ പുറകിൽ നിന്ന ആളിനെ ഇന്ന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെങ്കിൽ ആ ഒരു അപ്രൂവൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും കിട്ടും. ആ ഒരു സ്റ്റേച്ചറിലേക്ക് വളരാൻ നോക്കും. അതിന് രാഷ്ട്രീയം മറന്ന് ഒരു ഡെവലപ്മെൻറ്റ് മാത്രം ഒരു ഫോക്കസായി ഇപ്പോൾ നമുക്കൊരു 3 BJP NDA ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടെ അവിടെ ഉണ്ട്.
അത് അവരെ കൂടെ നിർത്തി. കാരണം ഇത് സ്റ്റേറ്റിൽ എല്ലാവർക്കും വേണ്ടതാണ്. അതെ. അപ്പോൾ ഒരു രാഷ്ട്രീയമാകണം, ഇത് വേണ്ടെന്നല്ല, പ്രതിപക്ഷം വേണം, ഇതെല്ലാം വേണം. പക്ഷെ അതൊരു ബ്ലൈൻഡായിട്ട് ഇതല്ല. ഇന്നൊരു ഒരു ഒരു ചെറിയ ന്യൂസും കൂടെ കണ്ടു. അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന് എഗൻസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അത് ട്വീറ്റ് ചെയ്തത് ഇവർ എൻ്റെ കാല് പിടിച്ച് ഫോട്ടോ എടുക്കാൻ കാല് പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ഞാനോ ഇറ്റലിയോ ആരോടും ബെഗ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വിദേശകാര്യ മന്ത്രിയുടെ യാത്ര പോലും കട്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US പ്രസിഡന്റിന് ഈ അതിശക്തനാണെന്ന് ആലോചിക്കണം. അയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ യാതൊരു ഇതല്ല. വി ആർ സ്ട്രോങ്ലി വിത്ത് ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നതാണ്. ഇവിടെ ആയിരുന്നെങ്കിലോ, ഇവിടെ പ്രൈം മിനിസ്റ്ററിനെ മറ്റേ അയാൾ തിരിഞ്ഞു നോക്കിയില്ല, കൈ കൊടുത്തില്ല. ഇതിന് വരെ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു അവരഭിനന്ദിച്ചാലും ഇവിടെ ആക്ഷേപിക്കുന്നുള്ള അവസ്ഥ. അതിനൊരു അപ്പോൾ അതൊക്കെ കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ മാറി. മലയാളി എന്ന് പറയുന്ന ഒരു വികാരം, ഒരു മലയാളി ഇടാ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഫർദർ സിങ്ക് ചെയ്യാതെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാം. അത് നമുക്കൊക്കെ ഒരു വലിയ ഒരു ആശ്വാസമാകും. അതിന് ഉതകട്ടെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് വിചാരിക്കാം. ഇതിനൊരപ്പുറത്തേക്ക് നമ്മുടെ ഈ നൈപുണ്യ വികസനത്തിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള ഇത് വെച്ച് ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കും, ഏത് കൊടുക്കുമെന്നുള്ളത് ബ്രെയിൻ ഡ്രെയിൻ്റെ കാര്യവും സാറ് പറഞ്ഞു. ഇതിലേക്ക് വരുമ്പോൾ ഈ നോളജ് സിറ്റി പോലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് തുക വകയിരുത്തുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. ഇത്രയുള്ള പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, അടിസ്ഥാനപരമായിട്ട് നമ്മളെപ്പോഴും ഒരു പദ്ധതികൾ, ഈ VD സതീശൻ്റെ കാര്യം മാത്രമല്ല, ഇന്നേ വരെയുള്ള കേരള സർക്കാരുകൾ സംസ്ഥാനത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ശക്തിയും ബലഹീനതയും ഒന്ന് വിശകലനം ചെയ്ത് നോക്കാതെയാണോ ഇത്തരം പദ്ധതികൾക്ക് ഇറങ്ങി? ഞാൻ ചെയ്യുന്നത് ഹ്യൂമൻലി പോസിബിൾ ആണോ? അദ്ദേഹം മെയ് 18 ചുമതലയേറ്റു. ജൂൺ 19, അത് മെയ് 18 എന്നുള്ള ഡേറ്റ് വിടൂ. അപ്പോൾ 19 to 19 നോക്കുകയാണെങ്കിൽ എത്ര സമയം അദ്ദേഹത്തിന് ഈ പറയുന്ന ഫുള്ളായിട്ട്, പണ്ട് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സെൻട്രലിലൊക്കെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെളിയിലോട്ട് ആൾ പോകാതെ മറ്റേ അവസാനം ഹൽവ ഇത് ചെയ്യുന്ന രീതിയാണ്. ഇത് ഫുൾ ടൈം അടച്ചിരുന്ന് ഇതിൻ്റെ അത്ര ലെവലിലായിട്ട് ചെയ്തിരുന്നതാണ്. പിന്നെ ഈ പറയുന്ന പോലെ തോമസ് ഐസക് പറഞ്ഞ പോലെ AI ഒക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാം. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു തോമസ് ഐസക് അതൊരു പുച്ഛമായിട്ട് പറഞ്ഞെങ്കിലും അദ്ദേഹം പറയുന്നതിന് ഒരു ആളുകൾ ഇപ്പോൾ വില വയ്ക്കാറില്ലല്ലോ. അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത് അബ്സല്യൂട്ട് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത നോട്ടടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആ ഒരു റേറ്റിംഗേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു 19 മുതൽ 19 വരെ അദ്ദേഹത്തിന് കിട്ടിയ സമയം എത്രയാണ്? അത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയും കൂടെയാണ്. അപ്പം ഈ പറയുന്ന ട്രാൻസ്ഫർ, പോസ്റ്റിംഗ് ഉള്ള കാര്യങ്ങൾക്കിടയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പരാക്രമം വേണ്ടായിരുന്നു എന്ന് പിടിച്ചുള്ള പരിപാടി. കറക്റ്റ്. അത് ഒരു റിവൈസ്ഡ്. അപ്പോൾ അതൊരു പ്യുവർ പൊളിറ്റിക്കൽ. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ, കാരണം ഒരു എനിബഡി എഗൻസ്റ്റ് ദ നാഷണൽ ഗവൺമെൻറ് ഈസ് ആക്സെപ്റ്റബിൾ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിന്. അതുകൊണ്ട് അതിന് മാക്സിമം ഒരു പബ്ലിസിറ്റി. ഇന്നത്തെ പത്രങ്ങളിൽ ഞാൻ 1-2 പത്രമേ കണ്ടുള്ളൂ. ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിലും അതൊന്നും ഇതല്ലാതെ അദ്ദേഹം എന്തോ ഒരു വലിയ മാജിക് കൊണ്ടുവന്നുള്ള രീതിയിലാണ് ഒരു ബേസിക് നെറേറ്റീവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടിയില്ലേ? അപ്പോൾ ഇത് സാധാരണഗതിയിൽ എത്ര പണം ചിലവാക്കി, ഇപ്പം കിഫ്ബി എത്രയോ കോടി കണക്കിന് രൂപ പണം മുടക്കിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഡെവലപ്മെൻറ്റിനെ പറ്റി പറഞ്ഞ്. ഇതത് ചെയ്യേണ്ടി വന്നില്ലല്ലോ. അത് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ദെൻ ഐ ഗിവ് യു ഫുൾ ക്രെഡിറ്റ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി നടന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ നൗ ഹീൽ ഹാവ് ടു കം ബാക്ക്. അപ്പോൾ ആ യൂഫോറിയയിൽ നിന്ന് താഴോട്ടിറങ്ങി വന്ന് അദ്ദേഹം ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന്
ഒരു ഡ്രോയിങ് ബോർഡിൽ ഇതൊരു എന്താ പറയുന്നത് PR എക്സസൈസ് ആയിരുന്നു എന്ന് ആക്സെപ്റ്റ് ചെയ്യണം. അതെ, ഇതിൻ്റെ ആവശ്യവും ആവശ്യമില്ലാത്തതുമായ എല്ലാം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇതിന് സപ്പോർട്ട് ചെയ്യാനുണ്ട്. കാരണം എനിക്കും ചോയ്സ് ഇല്ല. അപ്പം ഞാൻ ഈ പറയുന്ന ഗവൺമെൻറ്റിനെ സപ്പോർട്ട് എന്നുള്ളതോ അല്ല, എൻ്റെ സ്റ്റേറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തേ. തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ട് കൊണ്ടാണ്. ഇവിടെ ബിസിനസ് ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഗ്രോത്ത് ഉള്ളൂ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതിനി പിണറായി വിജയൻ ഭരിച്ചാലും VD സതീശൻ ഭരിച്ചാലും നാളെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആയാലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ നീഡ് ടു ബി ഒരു ഡെവലപ്മെൻറ്റ് മാത്രമേ എനിക്ക് എന്നെ സസ്റ്റെയിൻ ചെയ്യിക്കൂ. പൊളിറ്റിക്സ് അല്ല നമ്മളെ പോലുള്ള ആളുകളുടെ, നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റഡ് ആവണം. അടുത്ത തലമുറയ്ക്കൊരു ഇത് വേണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സീരിയസ്നെസ് അദ്ദേഹത്തിന് കൊണ്ടുവന്നാൽ നമുക്ക് കേരളത്തിന് ഇനിയും ഒരു വലിയ രീതിയിൽ, ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ 100% ഞാൻ ഹാപ്പിയാണ്. കാരണം ദാറ്റ് അലൈൻഡ് വിത്ത് നാഷണൽ. അതിനൊരു നാണം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പണം തന്നെയാണ്, നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല എന്ന് പറയുന്നത് ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ചെസ്റ്റംപ് ചെയ്യാം. അവിടുത്തെ ഈ പറയുന്ന അവരുടെ ഒരു ഗ്രാൻഡ്, അതുകൊണ്ടാണല്ലോ ഇന്ന് 35 സീറ്റായിപ്പോയത്. ഇത് മനസ്സിലാക്കണം. അപ്പം ഇന്ന് നാട്ടുകാർ മനസ്സിലാക്കും. അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് 102 ഒക്കെ സീറ്റ് വന്നൂടെ. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ഇദ്ദേഹത്തിനും ഒരു വികസന നായകനായി മാറാൻ പറ്റും. തീർച്ചയായിട്ടും. അതല്ല എങ്കിൽ നിലപാടുകളുടെ രാജകുമാരനായിട്ട് നിൽക്കാം. ഏത് വേണം, ഞാൻ എൻ്റെ നിലപാട് ഇതാണ്, അതിലേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ നിലപാട് നടക്കട്ടെ. അതല്ല, ഞാൻ മാറും, എൻ്റെ ആവശ്യമനുസരിച്ചും സാഹചര്യം അനുസരിച്ചും എൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മാറ്റമുണ്ടാവും. അതുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ ഒക്കുള്ളൂ. തീർച്ചയായിട്ടും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു PR ആയിട്ട് മാത്രം ഇത് ഒതുങ്ങുമെന്ന് സാരം. ഇനി നമ്മുടെ അവസാനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഒരു 2 ചോദ്യങ്ങളും കൂടി. ഒന്ന്, ഈ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളുടെ ഭാവി എന്താകുമെന്നാണ് അങ്ങേക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന? സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കങ്ങൾ പലയിടത്തും പ്രയോജനമുണ്ടെന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളുടെ ഭാവി എന്താണ് ഈ ബഡ്ജറ്റ്? ലൈഫ് മിഷൻ വാസ് എ സ്കാം. എനിക്ക് തോന്നുന്നു അതിന് CBI വരെ എൻക്വയറിയും മറ്റും. പിന്നെ അതിനകത്ത് നമ്മുടെ ഒരു സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് അതിനൊരു ഇത് വന്നില്ല. എനിക്ക് തോന്നുന്നു റെഡ് ക്രസൻറ്റിൻ്റെ പൈസ വന്നു, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം അതിനെപ്പറ്റി റെഡ് ക്രസൻറ്റോ അതെന്താണെന്ന് ചോദിക്കുന്ന ലെവലിലേക്കായി. അപ്പോൾ ലൈഫ് മിഷൻ വാസ് എ സ്കാം. കാരണം അവിടെ എന്താ ആവശ്യം, കേന്ദ്രത്തിൻ്റെ ശക്തമായ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാറി ഇവർക്ക് സ്വന്തമായിട്ട് പണം ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് ലൈഫാക്കി മാറിയത്. അപ്പോൾ ഇതിനകത്ത് അതിന് നമ്മളൊരു കാര്യത്തിന് എന്തിനും രണ്ടിനും 2 ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ലൈഫ് വാസ് ഗുഡ്, ബാഡ് ആൻഡ് ഓൾ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന ലൈഫ് മിഷൻ വാസ് സീൻ ആസ് എ സ്കാം. എന്നെ സംബന്ധിച്ചൊരു സ്കാമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് CBI കോർട്ടിലോ ഇതൊന്നും ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക. പക്ഷേ അതൊരു അലിഗേഷൻസ് ഉണ്ടായിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് തോന്നുന്നത് വി ഷുഡ് ടോട്ടലി അലൈൻ. ഇതിൻ്റെ ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും ഈ പറയുന്ന 60 സീനിയർ സിറ്റിസൺസിനുണ്ടാകുന്ന ഇതാണെങ്കിലും അതിൻ്റെ കാർഡാണെങ്കിലും ഇങ്ങനെയുള്ള രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്? നമുക്ക് തനത് വരുമാനം ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് പറയണത് ഇത് എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ള റവന്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ഇത് അതിനുള്ള വകുപ്പില്ല. പിന്നെ പറയുന്നത് ഞാൻ ഇവിടെ നമുക്ക് കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. കോടതി പോയി എന്തായി? അപ്പോൾ കേന്ദ്രം തന്നില്ല എന്ന് കരയാനൊക്കും. ഇവിടെ ഉള്ളതിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യും. നമുക്ക് ഇഷ്ടക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, അവരെ എൻറിച്ച് ചെയ്യും, അഴിമതികളാകും. ഇതാണ് കഴിഞ്ഞ 10 വർഷത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അലിഗേഷൻസ്, ഡെവലപ്മെൻറ്റ് ശരിയായിട്ട് നമ്മൾ നടന്നിട്ടില്ല. അവിടെ നിന്നൊരു മാറ്റം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പം ജനങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈഫ് മിഷൻ ആണെങ്കിലും ബാക്കിയുള്ള പ്രോജക്ട്സ് പറഞ്ഞതാണെങ്കിലും ഈവൻ കിഫ്ബി ആണെങ്കിൽ പോലും ഇതൊരു നല്ല മോഡലായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ മസാല ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു കോൺട്രവേഴ്സി വന്നത്
അതിൻ്റെ റിട്ട് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. ആ റിട്ട് ഫയൽ ചെയ്യുമ്പം എന്നെ റെപ്രസെൻറ്റ് ചെയ്തത് മാത്യു കുഴൽ നാടാണ്. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. ഇന്ന് കിഫ്ബി എന്താണെന്നുള്ളത് 100% അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു കുഴപ്പങ്ങളും അറിയാവുന്ന ഒരു MLA അതിനകത്ത് ഈ പറയുന്ന ഭരിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം നിയമത്തിൽ ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളൊരു ഒരാളാണ്. അപ്പോൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും അറിവും റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെ അറിയുന്ന ആളുകൾ അവരുടെ കൂടെയുണ്ട്. അതിനൊരു ഇച്ഛാശക്തി വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പം കിഫ്ബി ആണെങ്കിലും ലൈഫ് മിഷൻ ആണെങ്കിലും ഇതുപോലുള്ള കടം വാങ്ങിക്കാൻ വേണ്ടി പെൻഷൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക. 2 PSU ഒരു വലിയ വെള്ളാനെ ഇത്രയും ലോസസ് ഉണ്ടാക്കുന്നു, ആശ്രിതന്മാർക്ക് ഒരു റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിട്ട് IPSകാരെ പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരു PSU ആയിട്ടൊക്കെ കൊണ്ടു നടക്കുന്നു. അതിന് ഈ സിംഗപ്പൂരൊക്കെ ചെയ്തതുപോലെ ഈ തമാസക്ക് പോലുള്ള ഒരു ബോഡി ഉണ്ടാക്കുക, അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ എത്രയോ വലിയ വലിയ CEOs ആയിരുന്നവരൊക്കെ ഇന്ന് അവൈലബിളാണ്. ഇവർക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അതിനെ മോണിറ്റർ ചെയ്യുക. ഗവർണൻസും മാനേജ്മെൻറ്റും രണ്ടും വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് ചെയ്താൽ PSUസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മോണിറ്റൈസ് ചെയ്യാനൊക്കെ. KSRTCക്ക് 600 മറ്റോ ഏക്കർ സ്ഥലമുണ്ട്, ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ്. അത് ആക്ച്വലി ലീസും അല്ലെങ്കിൽ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ ഉള്ളതിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ബസ് ഒരുപക്ഷെ ഫ്രീ ആയിട്ട് ഓടിക്കാനൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അത് ഇതൊന്നും നാളെ സ്വിച്ചിട്ടതുപോലെ നടത്താനൊക്കെ പറ്റില്ല. ഇന്ന് സ്ത്രീകൾക്ക് ബസ് ഫ്രീ ആക്കിയപ്പോൾ ഓട്ടോയുടെ ഇത് പ്രശ്നമുണ്ടായി, പ്രൈവറ്റ് ബസ്സുകാർക്ക് പ്രശ്നമുണ്ടായി. അപ്പോൾ അവർക്ക് ഇന്നലെ പറയുന്നത് കേട്ടു, അവർക്ക് എന്തോ ഒരു നികുതി കുറച്ച് കൊടുത്തു എന്ന്. അതിന്റെ ലോസും ഗെയിനും ഇതിന്റെ ലോസും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നികുതി കുറവ് പലയിടത്തും കൊടുത്തിരിക്കുന്നത് ബോട്ട് സർവീസസ് ഇന്റർ സർവീസിൽ പെർ ഇത് 2000 ഉണ്ടായിരുന്ന 900 ആക്കി കുറച്ചിരിക്കുന്നു. അത്രയും ഡിഫറൻസ് ആ ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇതിനൊരു സ്റ്റഡി ചെയ്യാതെ ചെയ്തതുകൊണ്ടാണ്. റൈറ്റ്. അപ്പോൾ നാച്ചുറലായിട്ട് ഒരു ഇതിനെ നമ്മളൊരു PR-ന്റെ ഇതാണ് എന്ന് അംഗീകരിക്കുക, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താതിരിക്കുക. ധനകാര്യമന്ത്രിയുടെ ലിമിറ്റഡ് ഇതിന്. പക്ഷേ ഹി യൂസ്ഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ പുകഴ്ത്താനും മറ്റുമൊക്കെ ഉള്ളൊരു ഇത് യൂട്ടിലൈസ് ചെയ്ത ഒരു ബ്രില്യൻ്റ് ആയ ഒരു മൂവ് ആയിരുന്നു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പൊളിറ്റീഷ്യൻ. ഇൻറ്റൻഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ചിലപ്പം നന്നായേക്കാം എന്ന് വിശ്വസിച്ച് ഞാൻ ഈ അടുത്ത ഒരു 9 മാസം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. റൈറ്റ്. provided he gives a transparent clean governance. കൊടുക്കണ്ടേ ഒരാൾക്ക് ഒരു എന്തിനും ഒരു സമയം കൊടുക്കണം. അതെ, ആ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വിഷൻ ഞാൻ അംഗീകരിക്കാൻ. പക്ഷെ ഇതൊരു ഗ്രേറ്റ് ബഡ്ജറ്റ് ആണെന്നും വിഷണറി ബഡ്ജറ്റ് ആണെന്നും വിസ്മയം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസും കൂടി. നമ്മൾ തുടങ്ങിയത് ഉദാരവൽക്കരണത്തിൻ്റെ ഒരു പരാമർശത്തോടു കൂടിയാണ്. അപ്പോൾ അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ആ LPG എന്നുള്ളൊരു കൺസെപ്റ്റ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് അംഗീകരിച്ച് നമ്മൾ വേൾഡ് ബാങ്കിന് വേണ്ടി അംഗീകരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന മുട്ടുമടക്കൽ അന്ന് നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി പറയാം. അതൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് അംഗീകരിച്ച നമ്മൾക്ക് കോൺഗ്രസ്സിനാണെങ്കിൽ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇതിൽ കൂട്ടുന്നതേയില്ല, കോൺഗ്രസ്സിലാണെങ്കിൽ പോലും സ്വകാര്യവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും എന്താണ് ഇത്രയും ഒരു വിഷമം വരാൻ? അത് വെറും നറേറ്റീവ് അല്ലേ? ഇവർക്കാർക്കും ഒരു വിഷമവും ഇല്ല. ഇവിടെ ഈ പറയുന്ന അദാനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ആള് ബലൂൺ പറപ്പിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? ഏത് അദാനി എന്ന് എഴുതിയ ബലൂണും പിടിച്ചു നിന്നത് മുഖ്യമന്ത്രിയാണോ നിങ്ങൾ പറയുന്നത് ഇവർ എഗൻസ്റ്റ് ആണെന്ന്? തീർച്ചയായിട്ടും ദേ ആർ നോട്ട്. ഇന്ന് ലുലു മോൾ എന്ന് എഴുതിയ ബസ് ഇവിടെ ഓടുന്ന സാഹചര്യം ഉണ്ടാക്കിയതാണോ ഇത്? ദേ ആർ നോട്ട്. ഇത് പ്രൈവറ്റൈസേഷൻ ഇസ് എ ഫാക്ട്. ഗവൺമെന്റ് ഇസ് ടു ഗവൺ, നോട്ട് ടു ഡു ബിസിനസ്. അത് ഐഡന്റിഫൈഡ് ആയി, അത് ആളുകൾ മനസ്സിലാക്കി. അതായത് ഈ കമ്മ്യൂണിസവും മാർക്സിസവും എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന വലിയ ഇതും ഒരു റിലീജിയനായിട്ട് തന്നെയാണ്. അതായത് ഒരു ബിലീഫ് സിസ്റ്റത്തിൽ റിലീജിയനായിട്ട് അത് ഇവർ പറയുന്നത് എന്താ, നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകും ഇവിടെ തന്നെ യൂട്ടോപ്പിയയിൽ. ഇത് പറഞ്ഞ് റഷ്യയിൽ ഇവർ ഇത് തുടങ്ങിയ സമയത്ത് എന്തായി, ആദ്യത്തെ പ്രാവശ്യം എല്ലാ കൃഷിഭൂമികളും ഇത് നാഷണലൈസ് ചെയ്തു.
ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കണ്ടപ്പോൾ തന്നെ 40% അങ്ങാണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ആഹാരം കഴിക്കാനില്ല. അപ്പൊ അപ്പോഴേ 40% മാർക്സിസം തീർന്നു. ഇന്നത് 100% തീർന്നു. ഇവിടെ ഗുണ്ടായിസം കാണിക്കാനും ക്രിമിനലുകളുടെ ഒരു ഇതിനും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന നടക്കാൻ നമുക്കറിയാം. നിയമസഭയിൽ പോലും അതിൻ്റെ ഒരു 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 അക്രമം കാണിക്കുന്ന ആളുകളാണ് നമുക്ക് പിന്നെ മന്ത്രിയായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് ഉള്ള ആളുകൾ തന്നെയാണ് ഞാനത് വളരെ വളരെ വേദനയോടെയാണ് പറയുന്നത്. ആ ഒരു കൾച്ചറിലേക്കാണോ? അപ്പോൾ ഇന്ന് ഇവർ പറയുന്നതൊന്നും ഒരു പ്രൈവറ്റൈസേഷനിൽ ഇവരുടെയൊക്കെ മക്കളും മറ്റുമൊക്കെ പഠിച്ചതും അവർ ഉദ്യോഗം ഭരിച്ചതും അവർ പണം ഉണ്ടാക്കിയതും മാസപ്പടി കൈപ്പറ്റിയതും ഇതെല്ലാം പ്രൈവറ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എവിടെ ഈ പ്രൈവറ്റൈസേഷൻ എതിർപ്പ്? ഈവൻ കോൺഗ്രസിന്റെ കാര്യം എടുത്താലും അങ്ങനെ അത് വലിയ സോഷ്യലിസവും നെഹ്റുവിയൻ കാര്യങ്ങളും ഒക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി നരേന്ദ്രമോദി കൂടെ കൊണ്ടുവന്ന് വലുതാക്കിയതല്ല അംബാനി അദാനി. എനി സ്റ്റേറ്റ് ടു ബിക്കം ബിഗ്, ദ ഗവൺമെന്റ് ഷുഡ് ഗവേൺ, ഗെറ്റ് പോളിസീസ് ആൻഡ് ദർ വിൽ ബി ഒരു ഫ്ലീറ്റ് ഓഫ് പീപ്പിൾ. അതുകൊണ്ടാണ് ഇന്ന് ഹാലി ബർട്ടൺ ആണെങ്കിലും ഈ മറ്റേ മോട്ടോർ സൈക്കിളിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് പറഞ്ഞ മറ്റേ ഹാർലി ഡേവിഡ്സന്റെ പൈസ നിങ്ങൾ മറ്റേ നികുതി ചുങ്കം നിങ്ങൾ കുറയ്ക്കണം. അപ്പൊ ഹാർലി ഡേവിഡ്സന്റെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണോ ഇത് പറയുന്നത്? അപ്പൊ അതുപോലെ GM ആണെങ്കിൽ ഇതുപോലുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. ബോയിങ് ആണെങ്കിലും ഇത് എന്തുകൊണ്ടാണ് റഫാൽ എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടി ഫ്രാൻസുമായിട്ട് ഇത്രയും ഇത് ചെയ്യുന്നത്? അതവിടെ വലിയ തോതിലുള്ള ജോബ് ക്രിയേഷൻ ഉണ്ടാകും. പണ്ട് ബോഫേഴ്സിൽ വാസ്തവം പറയാൻ നമ്മൾ കാണുന്നത് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അത് നോബലിന്റെ ഗ്രൂപ്പ് കമ്പനി ആയിരുന്നെന്നും അടഞ്ഞു കിടന്ന ഫാക്ടറി ഇത് തിരിച്ചു തുറക്കാൻ പറ്റിയെന്ന്. അതിനു വേണ്ടിയാണ് ആക്ച്വലി അന്ന് കൈക്കൂലി കൊടുത്തത് ബോഫേഴ്സ്. കാരണം ഇതൊരു ആ വില്ലേജ് മുഴുവൻ എക്കോണമി വാങ്ങിച്ചതും വാങ്ങിക്കാത്തതും ബാക്കിയുള്ള കാര്യം നിൽക്കട്ടെ. അതാണ് ആ ഒരു പ്രൈവറ്റ് ഇനീഷ്യേറ്റീവിന്റെ ഇമ്പോർട്ടൻസ്. ഒരു കംപ്ലീറ്റ് വില്ലേജ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ബേസിക്കലി ഈ പ്രൈവറ്റൈസേഷൻ ഒന്നും എഗൻസ്റ്റ് എന്ന് പറയുന്നത് അദാനി എയർപോർട്ടിനെ പറ്റി പറയുന്നു അല്ലേ? അദാനി സ്വന്തമായിട്ട് നമ്മൾ KSEBയോ KSRTCയും KSIDC എല്ലാം കൂടെ ബിഡ് കൊണ്ട് കൊടുത്തു. എന്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്? അപ്പോൾ കേരളം അത് ഗവൺമെന്റ് അത് വാങ്ങിച്ച് നമ്മൾ തന്നെ ചെയ്തോളാം. എനി സീരിയസ്നെസ് ഇൻ ദാറ്റ്? ഇത് കേൾക്കുന്ന കുറെ ആളുകൾക്ക് ചെസ്തമ്പി അവർ തന്നെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ ഒരു എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ഒരു ജോലി ഇനി അദാനിയുടെ വരും ജോലി വാങ്ങിച്ചിട്ട് ഞാൻ തമാശ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവരുണ്ട്. ഫാക്ട് ഇസ് നോൺ. സോ പ്രൈവറ്റൈസേഷൻ വിൽ ഹാപ്പൻ. ഓൺലി തിങ് ഇസ് അതിൻ്റെ പോളിസി മാറ്റേഴ്സിൽ ഗവൺമെന്റ് ഇത് ചെയ്യുക. കൈക്കൂലി വാങ്ങിക്കാതിരിക്കുക. അവർ കൈക്കൂലി വാങ്ങിച്ചാൽ അവർ അതിൻ്റെ കാര്യം അവർ കള്ളത്തരം ചെയ്യാതെ കൊടുക്കാനൊക്കില്ല. സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രൈവറ്റൈസേഷൻ വിൽ ഹാപ്പൻ. അപ്പോൾ കാരണവന്മാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മുതലാളി നല്ല മുതലാളി, നിങ്ങളുടെ മുതലാളി മോശം മുതലാളി, രണ്ടും ഒരാളാണെങ്കിൽ തന്നെ. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം സാർ, ഈ ഒരു ബഡ്ജറ്റിൻ്റെ പ്രതി കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിനെ കുറിച്ച് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചിത്രം? വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, വൈറ്റ് പേപ്പറിൽ ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. ദ ഡയഗ്നോസിസ് വാസ് ഗ്രേറ്റ് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് we are in bad shape, we are in ICU. പക്ഷേ അതിന് പ്രിസ്ക്രിപ്ഷൻ കണ്ടില്ല. എക്സാക്ട്ലി. ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാനാണ്. കാരണം ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യവസായം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഭാരതമൊട്ടാകെ തന്നെ ഒരു പരിധിവരെ ഒരു സർവീസ് ബേസ്ഡ് ആണ്, സേവനാധിഷ്ഠിതമാണ്. കേരളത്തെ സംബന്ധിച്ച് മാത്രം, ഭാരതത്തിലേക്കുള്ളത് പിന്നീട് ഒരു വലിയ വിശാലമായൊരു സബ്ജക്റ്റും ടോപ്പിക്കും ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കിടക്കും. കേരളത്തെ സംബന്ധിച്ച് ഈ സേവനാധിഷ്ഠിതമായതും ഒരു നിർമ്മാണാധിഷ്ഠിതമായതുമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന്, കേരളത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഏതാണ് കൂടുതൽ അഭികാമ്യം, എങ്ങനെ അതിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പുകൾ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന ചുവടുവെപ്പുകൾ എടുക്കണമെന്നുള്ളതാണ് താങ്കളുടെ ഇൻഫ്രാസ്ട്രക്ചർ? റോഡ്സ്, പോർട്സ്, അല്ലെങ്കിൽ എയർപോർട്ട്സ്, കണക്ടിവിറ്റി, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ നമുക്കൊരിക്കലും. ഈ ദുബായിലോട്ട് ആളുകൾ പോകുന്നത് എന്താ? അദ്ദേഹത്തിന് അവിടെ അവർക്ക് ഓയിലില്ല, വേറെ ഒരു നാച്ചുറൽ റിസോഴ്സും ഇല്ല. പക്ഷേ അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. BCCI അല്ലെ ഈ ICC പോലും ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ഒരുപാട് കമ്പനീസും അൾട്രാ അല്ലെങ്കിൽ ഊബർ റിച്ച് എന്നൊക്കെ പറയുന്ന ആളുകളും വീട് വാങ്ങിച്ചിരിക്കുന്നത് ദുബായിലാണ്. എന്തുകൊണ്ട്?
അടിസ്ഥാന സൗകര്യം ഇതാണ്. അതെ. അപ്പോൾ അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ ഇതേ സാധനങ്ങൾ ഇവിടെയും വരും. അതെ, ട്രൂ. ആ ഇപ്പോൾ ഒന്നാമത് പണ്ട് ദുബായ് വളരെ സേഫാണ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഒരു യുദ്ധമൊക്കെ വന്നപ്പോഴേക്ക് ആളുകൾ ഒരു സെക്കൻഡ് പ്ലേസും കൂടെ നോക്കാം. എനിക്ക് തോന്നുന്നു ദുബായ് വിൽ കം ബാക്ക്, ബൗൺസ് ബാക്ക്, ഒരു വി ഷേപ്പ് റിക്കവറി എന്നൊക്കെ പറയുന്ന ലെവലിൽ ദുബായ് ഉണ്ടാവും. എൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ആ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റഡ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ്ങിന് ലാൻഡില്ല, അതെന്താണെന്നുള്ള പണി. അപ്പോൾ സർവീസസിലേ ഒക്കുള്ളൂ. അതിനകത്ത് ടൂറിസമാണ് ഒരു ഇത്. 2 സിൽവർ എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ അതിന് അടുത്ത സ്റ്റേജ് അസിസ്റ്റഡ് ലിവിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയറിൻ്റെ കാര്യങ്ങളുണ്ട്. അതിന് കെയർ ഗിവേഴ്സും അങ്ങനെയുള്ള ഒരു ഇത് വേണം. അപ്പം സർവീസേ ഒക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് സാധനം. അപ്പോൾ IT ആണെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതുണ്ട്. ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ലാതെ നമ്മളിവിടെ ഇനി എന്ത് 10,000 MSME ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ എഴുതി കാണിക്കാം. തീർച്ചയായിട്ടും. അവരുടെ കൊടുത്തത് റൈറ്റ് ഓഫ് ചെയ്യാം. ഇവർ സർവൈവ് ചെയ്യില്ല. തീർച്ചയായിട്ടും. അതിന് ഒരു വലിയ സമഗ്രമായ ഒരു ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ. ഇത് ഈ മോഡൽ ഓൾറെഡി ഈസ് ദെയർ. അതെ. ഇപ്പം എന്തുകൊണ്ടാണ് ആപ്പിളും ഒക്കെ ഇവിടെ വന്ന് മാനുഫാക്ചറിങ് തുടങ്ങുന്നത്? അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇവിടുന്ന് കയറ്റി അയക്കാൻ പറ്റും. ഇന്ന് മൊബൈൽ ഫോൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ടെലിവിഷൻ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി അസംബിൾഡ്. ശരി പോട്ടെ, രാഹുൽ ഗാന്ധിക്ക് അസംബിൾഡ് എന്ന് പറയുന്നതാണ് താല്പര്യം. ഇവിടെ എന്ത് മാനുഫാക്ചറിങ്ങിൻ്റെ അസംബിൾഡിന്. പക്ഷേ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് അസംബിൾ ചെയ്താലേ അതിനകത്ത് എത്രയൊക്കെ കമ്പോണന്റ് ഇവിടെ എൻജിനൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാനൊക്കെ കൂടാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന വളരെ ഈ പോപ്പുലിസം മാറ്റി വെച്ച് ഈ ഫ്രീ ബീസിന് ഒരു എൻഡ് ഉണ്ടാക്കി തീർച്ചയായിട്ടും ആ ഒരു വലിയ ഒരു ടൈറ്റനിങ് ഓഫ് ബെൽറ്റ് എന്ന് പറയുന്നത് പോലെ ചെയ്ത് ഇൻഫ്രാ ഡെവലപ്മെന്റ് ഇറ്റ്സെൽഫ് ഇസ് എ ജോബ് ക്രിയേഷൻ ഉണ്ട്. അതെ. പക്ഷെ അതിന് ബംഗാളിൽ ആള് വരണം. ഇവിടെ അത് വർക്ക് ചെയ്യാൻ ആളില്ല. പിന്നെ ലാൻഡിന്റെ പ്രൈസ് അൺബിലീവബിളി ഹൈ. ഇവിടെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടൊക്കെ നമ്മൾ പറയുന്നു. അവിടെ 1 സെന്റ് ലാൻഡിന് എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്? അതൊരു വെയർ ഹൗസ് അവിടെ ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഒരു ലാൻഡ് 25-30 ലക്ഷം രൂപ പറയുന്നു. അതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് പാർക്കിങ്ങും അങ്ങനെയുള്ള കാര്യം കഴിയുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറയും. ഈ യൂട്ടിലൈസ് ചെയ്യാൻ അപ്പം അവിടെ എന്ത് ബിസിനസ് ചെയ്താൽ എനിക്ക് കൺസ്ട്രക്ട് ചെയ്ത് ഒരു ബിസിനസ് നടത്തി ഒരു ലോൺ എടുത്ത് റീപേ ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ അത്രയും പാർക്കിംഗ് കൊടുത്താൽ മാത്രമേ എനിക്ക് ബിൽഡിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പം അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ പറ്റില്ല. അപ്പോൾ ഇത് ആനന്ദ് നാഗേശ്വരൻ അദ്ദേഹം ഇവിടെ ഈ ലോക്ഭവനിൽ വന്ന ഇതിനകത്ത് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഇത് 50% ഉള്ളു യൂട്ടിലൈസേഷൻ. അപ്പോൾ ഞാനൊരു 10 സെൻറ്റ് സ്ഥലം 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച് അതിൽ ഈ FAR വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ 50% യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പം എന്ത് ബിസിനസ് ആയിരിക്കണം ഞാൻ അതിനകത്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വലിയ തോതിലുള്ള ഇത് അതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നില്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 12 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേട്ടം എന്ന് പറയുന്നത് എന്തായി അങ്ങനെ ആയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആക്ച്വലി വി വർ ക്വൈറ്റ്ലി ബിൽഡിംഗ് ദാറ്റ് ഫൗണ്ടേഷൻ. നമ്മുടെ ടാർഗറ്റ് എന്താ? വികസിത് ഭാരത് 2047 ആണ്. 27 ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും 20-21 വർഷത്തെ ഒരു കാത്തിരിപ്പിലൂടെ മാത്രമേ നമ്മൾ ഡെവലപ്ഡ് എന്ന് പറയാനുള്ളൂ. കേരളത്തിനും ട്രാവൽ ചെയ്യാം. നമുക്കും ഈ പറയുന്ന പോലെ ഒരു പക്ഷേ we will not be able to contribute at the end. പക്ഷേ ഇന്ന് നമ്മൾ തുടങ്ങാതെ നമുക്ക് എങ്ങനെയാണ് വികസിത കേരളം 2047 എത്തുന്നത്? 100 വർഷം നമ്മുടെ ഈ പറയുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. ആ ജേർണിയിൽ നമ്മളെല്ലാവരും ഒരു ഡെവലപ്ഡ് നേഷനായി എന്ന് പറയണമെങ്കിൽ യു സ്റ്റാർട്ട് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് തുടങ്ങുക. ഈ പറയുന്ന പകർച്ചവ്യാധി, ആരോഗ്യം, സ്ട്രീറ്റ് ഡോഗ് മെനസ്, പിന്നെ ജനറലി ഉണ്ടാകുന്ന ഒരു ഗുഡ് വൈബും അത് ഈ ശുചിത്വത്തിൽ നിന്ന് തുടങ്ങണം. അത് തന്നെയാണ് മോഡൽ ഈ പറയുന്ന സ്വച്ഛ ഭാരതിൽ നിന്ന് സ്വച്ഛ കേരളം അല്ലെങ്കിൽ ശുചിത്വ കേരളം. അത് തുടങ്ങി ഇതിൻ്റെ ഇപ്പം വേസ്റ്റ് ടു വെൽത്ത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ ലെറ്റ് us wait and see. നമുക്കൊരു പെസിമിസ്റ്റിക് ആയിട്ട് എൻഡ് ചെയ്യേണ്ട. ഈ വികസിത കേരളം 2047 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിൽ അത് അങ്ങനെ ഒരു രീതിയിലെത്തും എന്ന് വിശ്വസിക്കാം.
അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും വി ഡി സതീശനും തുടർന്ന് ദൈവം വരുന്ന അനുഗ്രഹിക്കട്ടെ. ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും വളരെ നന്ദി സർ, വിശദമായൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി. വീണ്ടും കാണണം നമുക്ക് ഈ വിഷയത്തിൽ തന്നെ. വളരെ നന്ദി സർ.